നമസ്കാരം. എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മുഖ്യമന്ത്രിക്കെതിരെ പോർമുഖം ശക്തമാക്കി VM സുധീരൻ. മുഖ്യമന്ത്രിക്ക് അയച്ച കത്ത് ഫേസ്ബുക്കിലൂടെ പരസ്യമാക്കി. സുധീരനെ സംയുക്തമായി നേരിടാൻ AI ഗ്രൂപ്പുകൾ. മത്സരിക്കാനില്ലെന്ന് ചൂണ്ടിക്കാട്ടി TN പ്രതാപന്റെ കത്ത്. പ്രതാപനെ പുകഴ്ത്തി സ്ഥിരം സ്ഥാനാർത്ഥികൾക്കെതിരെ സുധീരൻ. ശ്രീ പ്രതാപൻ പുതുമുഖങ്ങൾക്ക് വേണ്ടി ഒഴിയാൻ തയ്യാറാകുന്നത് വളരെ ധീരമായ ഒരു നടപടിയായിട്ടാണ് കാണാൻ സാധിക്കുക. തൃപ്പൂണിത്തുറയിൽ CM ദിനേശ് മണി CPIM സ്ഥാനാർത്ഥി. തൃക്കാക്കരയിൽ സെബാസ്റ്റ്യൻ പോൾ. മത്സരരംഗത്ത് നിന്ന് KPAC ലളിത പിന്മാറി. ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഞാൻ പിന്മാറാം എന്ന് ഉദ്ദേശിച്ചത്. വേറെ ഒരു കാരണമില്ല. ദയവേത് തെറ്റിദ്ധരിക്കരുത്. ഒരു കാരണത്താലും ആരെയും തെറ്റിദ്ധരിക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. പൊതു സ്ഥാനാർത്ഥികളെ നിർത്തുന്നത് CPIM പാരമ്പര്യമെന്ന് സീതാറാം യെച്ചൂരി. BDJS BJP സീറ്റ് ധാരണയായി. 37 സീറ്റ് BDJSന്. തെരഞ്ഞെടുപ്പിൽ കമ്മീഷന്റേത് അനാവശ്യ നിയന്ത്രണങ്ങളെന്ന് മുഖ്യമന്ത്രി. മരണത്തിന് തൊട്ടുമുമ്പുള്ള ദിനങ്ങളിൽ കലാഭവൻ മണി കടുത്ത മാനസിക സംഘർഷം അനുഭവിച്ചുവെന്ന് സഹായികളുടെ മൊഴി. വീട്ടുകാരിൽ നിന്നും അകലം പാലിച്ചു. ആത്മഹത്യയുടെയും കൊലപാതകത്തിന്റെയും സാധ്യത തള്ളാതെ പോലീസ്. മൂത്രത്തിൽ കഞ്ചാവിന്റെയും കറുപ്പിന്റെയും സാന്നിധ്യം കണ്ടതും അന്വേഷിക്കും. കരുണ എസ്റ്റേറ്റ് മേഖലയിൽ വീണ്ടും സർവേ നടത്താൻ മന്ത്രിസഭാ തീരുമാനം. പാറ്റൂരിൽ സ്വകാര്യ ഫ്ളാറ്റ് കമ്പനി കയ്യേറിയ 12 സെന്റ് ഭൂമി തിരിച്ചുപിടിക്കാൻ ലോകായുക്ത ഉത്തരവ്. സോള കമ്മീഷന് മുമ്പാകെ നൽകിയ മൊഴിയെക്കുറിച്ച് CBI അന്വേഷണം ആവശ്യപ്പെട്ട് സരിത ഹൈക്കോടതിയിലേക്ക്. BJPയെ ദളിത് വിരുദ്ധരായി ചിത്രീകരിക്കാൻ ശ്രമമെന്ന് നരേന്ദ്രമോദി. സംവരണം അട്ടിമറിക്കുമെന്ന് പ്രചരിപ്പിക്കുന്നവർ തന്നെ കാണാൻ പോലും ഇഷ്ടമില്ലാത്തവർ. അംബേദ്കർ ദളിത് നേതാവ് മാത്രമല്ല. KPCC അധ്യക്ഷൻ VM സുധീരനെ മെരുക്കാൻ ഒരുമിച്ച് നിൽക്കണമെന്ന് AI ഗ്രൂപ്പുകളിൽ ധാരണ. മന്ത്രി KC ജോസഫിന്റെ വസതിയിൽ ഇന്ന് രാവിലെ ചേർന്ന സംയുക്ത ഗ്രൂപ്പ് യോഗത്തിലാണ് ഇക്കാര്യത്തിൽ ധാരണയുണ്ടായത്. അതേസമയം തനിക്കെതിരെ ഗ്രൂപ്പുകൾ ഒന്നിച്ചെങ്കിലും നിലപാടുകളിൽ പിന്നോട്ടില്ലെന്ന് വ്യക്തമാക്കിയ സുധീരൻ സർക്കാരിന് അയച്ച കത്തുകൾ ഫേസ്ബുക്കിലൂടെ പരസ്യപ്പെടുത്തി. മെത്രാൻകായൽ കരുണ എസ്റ്റേറ്റ് വിവരാവകാശ നിയമത്തിലെ ഭേദഗതി തുടങ്ങി സർക്കാർ ഇറക്കിയ പല ഉത്തരവുകളും വിവാദമായപ്പോൾ പ്രതിപക്ഷത്തെക്കാൾ കൂടുതൽ അതിനെ ആയുധമാക്കിയത് KPCC അധ്യക്ഷൻ VM സുധീരനായിരുന്നു. ഇതിന്റെ അമർഷം പുറത്തു പറഞ്ഞില്ലെങ്കിലും AI ഗ്രൂപ്പുകൾക്കിടയിൽ ഇത് പുകയുന്നുണ്ടായിരുന്നു. ഈ പുകച്ചിൽ തന്നെയാണ് ഒരുമിച്ച് നിൽക്കാൻ ഇരു ഗ്രൂപ്പുകളെയും പ്രേരിപ്പിച്ചതും. മന്ത്രി KC ജോസഫിന്റെ വസതിയിൽ ഇന്ന് രാവിലെയാണ് ഗ്രൂപ്പുകളുടെ രഹസ്യയോഗം പരസ്യമായി നടന്നത്. പരസ്പരം സീറ്റുകൾ വെച്ച് മാറാനും സുധീരനെയും അനുകൂലികളെയും പരമാവധി ഒതുക്കാനും ഇരു ഗ്രൂപ്പുകളും ധാരണയിലെത്തിയിട്ടുണ്ട്. ഉടുമ്പൻചോല, പെരുമ്പാവൂർ, വൈപ്പിൻ തുടങ്ങിയ മണ്ഡലങ്ങൾ വെച്ച് മാറാനാണ് ധാരണ. അതേസമയം തന്റെ നിലപാടിൽ നിന്ന് പുറകോട്ടില്ലെന്നാണ് സുധീരൻ വ്യക്തമാക്കുന്നത്. വിവരാവകാശ നിയമത്തിൽ നിന്ന് വിജിലൻസിനെ ഒഴിവാക്കിയ നടപടി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാരിന് നൽകിയ കത്ത് സുധീരൻ ഫേസ്ബുക്കിലൂടെ പുറത്തുവിട്ടു. ഈ നടപടി സർക്കാരിന്റെ സുതാര്യതയെ ഇല്ലാതാക്കുന്ന വിജ്ഞാപനമാണെന്ന് വിശേഷിപ്പിച്ച സുധീരൻ തന്റെ കത്ത് പുറത്തുവിട്ടത് വഴി ഒരു കാരണവശാലും പുറകോട്ട് പോകില്ലെന്ന് AI ഗ്രൂപ്പുകൾക്ക് മുന്നറിയിപ്പ് നൽകുകയായിരുന്നു. റിപ്പോർട്ടർ, തിരുവനന്തപുരം. ഇത്തവണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്ന TN പ്രതാപന്റെ നിലപാട് ആയുധമാക്കി VM സുധീരൻ. പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദന്റെ പേര് പറഞ്ഞാണ് പാർട്ടിക്കുള്ളിലെ സ്ഥിരം സ്ഥാനാർത്ഥികൾക്കെതിരെ VM സുധീരൻ ഒളിയമ്പെറിഞ്ഞത്. VSനെ പോലെ പലതവണ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഒക്കെ ആയിട്ടുള്ളവർ വീണ്ടും മത്സരിക്കാൻ വ്യഗ്രത കാട്ടുമ്പോൾ പ്രതാപന്റെ നിലപാട് ധീരമാണെന്ന് സുധീരൻ വിശേഷിപ്പിച്ചു. കോൺഗ്രസിലെ സ്ഥിരം സ്ഥാനാർത്ഥികൾക്കെതിരെ അണികൾക്കിടയിൽ രോഷം പുകയുന്നതിനിടെയാണ് സ്വന്തം നിലപാട് പരോക്ഷമായി സുധീരൻ തുറന്നടിച്ചത്. പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദന്റെ പേര് പറഞ്ഞാണ് സ്ഥിരമായി മത്സരിക്കുന്ന സ്ഥാനമോഹികൾക്കെതിരെ സുധീരൻ അമ്പെയ്തത്. പലതവണ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള VSനെ പോലെയുള്ളവർ മത്സരിക്കാൻ വീണ്ടും വ്യഗ്രത കാട്ടുമ്പോൾ പ്രതാപന്റെ നിലപാട് ധീരമെന്ന് സുധീരൻ വിശേഷിപ്പിച്ചു. സഖാവ് VS അച്യുതാനന്ദനെ പോലെ ഈ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ആയി പ്രവർത്തിക്കാൻ അവസരം കിട്ടിയ, പ്രതിപക്ഷ നേതാവായി പ്രവർത്തിക്കാൻ അവസരം കിട്ടിയ, ദീർഘകാലത്തെ രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യമുള്ള അദ്ദേഹത്തെ പോലുള്ളവർ പോലും ഇനിയും തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് പോകുന്നതിന് വ്യഗ്രത കാണിക്കുന്ന ഈ കാലഘട്ടത്തിൽ കേവലം 3 ടേം മാത്രം പൂർത്തിയായിട്ടുള്ള ശ്രീ പ്രതാപൻ പുതുമുഖങ്ങൾക്ക് വേണ്ടി ഒഴിയാൻ തയ്യാറാകുന്നത് വളരെ ധീരമായ ഒരു നടപടിയായിട്ടാണ് കാണാൻ സാധിക്കുക. താങ്കളുടെ പാർട്ടിയിലെ മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരുമൊക്കെ ഇത്തരക്കാരാകുമ്പോൾ എന്തിനാണ് VSന്റെ പേര് പറഞ്ഞതെന്നായി മാധ്യമപ്രവർത്തകരുടെ ചോദ്യം. ഈ പ്രതാപന്റെ വന്നപ്പോൾ എന്റെ മനസ്സിലേക്ക് വന്നത് VSനെയാണ്. അത് ചൂണ്ടിക്കാണിച്ചു മാത്രമേ ഉള്ളൂ. പ്രതിപക്ഷ നേതാവിന് ബാധകമായ അതേ ക്രൈറ്റീരിയ CMനും ബാധകമല്ലേ? വീണ്ടും ചോദ്യമുയർന്നപ്പോൾ സുധീരൻ മാധ്യമങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറി മടങ്ങി. 3 തവണയിലധികം മത്സരിച്ച KC ജോസഫ് ഉൾപ്പെടെയുള്ള നേതാക്കൾക്കെതിരെ പ്രതിഷേധം ഉയരുന്നതിന് തൊട്ടു പിന്നാലെയാണ് സുധീരന്റെ പരോക്ഷ വിമർശനം.
രാവിലെ AI ഗ്രൂപ്പ് നേതാക്കൾ യോഗം ചേർന്ന് സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച സുധീരന്റെ നീക്കങ്ങളെ പ്രതിരോധിക്കാൻ തീരുമാനിച്ചിരുന്നു. ഏതായാലും സ്ഥിരം സ്ഥാനാർത്ഥികളെ പലരെയും വെട്ടിവീഴ്ത്താനുള്ള സുധീരന്റെ നീക്കമായാണ് ഈ പ്രസ്താവനയെ രാഷ്ട്രീയ നിരീക്ഷകർ വായിച്ചെടുക്കുന്നത്. ജി ശ്രീജിത്ത്, റിപ്പോർട്ടർ, തിരുവനന്തപുരം. പൂഞ്ഞാറിൽ PC ജോർജിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിൽ CPIM നേതൃയോഗങ്ങളിൽ രണ്ടഭിപ്രായം. സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ PC-യുടെ സ്ഥാനാർത്ഥിത്വത്തെ അനുകൂലിച്ചപ്പോൾ പിണറായി വിജയൻ വിരുദ്ധാഭിപ്രായമാണ് രേഖപ്പെടുത്തിയത്. അതേസമയം തെരഞ്ഞെടുപ്പിൽ ഇടതു പിന്തുണ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി PC ജോർജ് പ്രതികരിച്ചു. കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി നടന്നുവരുന്ന CPIM-ന്റെ നേതൃയോഗങ്ങളിലെല്ലാം PC ജോർജിന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്തിരുന്നു. പിണറായി വിജയനും വൈക്കം വിശ്വനും KJ തോമസുമാണ് ജോർജിനെ പൂഞ്ഞാറിൽ സ്ഥാനാർത്ഥിയാക്കുന്നതിനോട് പൂർണ്ണമായും അനുകൂല നിലപാട് സ്വീകരിക്കാഞ്ഞത്. പ്രാദേശിക ഘടകങ്ങളുടെ എതിർപ്പ് ചൂണ്ടിക്കാട്ടിയാണ് ഇവർ യോഗങ്ങളിൽ സംസാരിച്ചത്. എന്നാൽ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ അടക്കം ചിലർ PC ജോർജിനോട് അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചത്. ജോർജിനെ മത്സരിപ്പിച്ചില്ലെങ്കിൽ UDF വിരുദ്ധ വോട്ടുകൾ ചിതറിപ്പോകുമെന്നും അതുകൊണ്ട് മത്സരിപ്പിക്കുന്നത് ഗുണം ചെയ്യുമെന്നും ഇവർ അഭിപ്രായപ്പെട്ടു. വിശദമായ ചർച്ച നടന്നെങ്കിലും PC ജോർജിന് പിന്തുണ നൽകേണ്ടതില്ലെന്ന തീരുമാനം സെക്രട്ടേറിയറ്റ് ഇതുവരെയും എടുത്തിട്ടില്ല. ഉഭയകക്ഷി ചർച്ചയ്ക്കും ഇടതുമുന്നണി യോഗത്തിന് ശേഷം അന്തിമ തീരുമാനമെടുക്കാമെന്നാണ് CPIM-ന്റെ ഇപ്പോഴത്തെ നിലപാട്. അതേസമയം തനിക്ക് ഇടതുമുന്നണിയുടെ പിന്തുണയുണ്ടാകുമെന്ന് നേതാക്കൾ നേരത്തെ പറഞ്ഞിരുന്നുവെന്ന് PC ജോർജ് പ്രതികരിച്ചു. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ രാഷ്ട്രീയ കക്ഷികളെയും വ്യക്തികളെയും അപമാനിക്കുകയും വഞ്ചിക്കുകയും ചെയ്ത ചരിത്രമുള്ളത് എനിക്കറിയില്ല. അങ്ങനെ ഉണ്ടോയെന്ന് അറിയാം. നമുക്ക് അടുത്ത LDF കഴിഞ്ഞ് നിശ്ചയിക്കാം. ഫ്രാൻസിസ് ജോർജ് വിഭാഗം പൂഞ്ഞാർ സീറ്റ് വേണമെന്ന് ഇടതുമുന്നണിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും PC ജോർജിനെ ഇതുവരെയും CPIM പൂർണ്ണമായും തള്ളിക്കളഞ്ഞിട്ടില്ല. വരും ദിവസങ്ങളിൽ നടക്കുന്ന ചർച്ചകളിലാണ് PC-യും പ്രതീക്ഷ വെച്ച് പുലർത്തുന്നത്. റിപ്പോർട്ടർ, തിരുവനന്തപുരം. നിയമസഭാംഗമാകാനുള്ള മോഹം ഉപേക്ഷിക്കുകയാണെന്ന് ഇടതു സഹയാത്രികൻ ചെറിയാൻ ഫിലിപ്പ്. അഞ്ചാമതും തോൽക്കാൻ മനസ്സില്ലാത്തതുകൊണ്ടാണ് മോഹം ഉപേക്ഷിക്കുന്നത്. മോഹമുക്തനായ കോൺഗ്രസുകാരനെന്ന് EMS വിശേഷിപ്പിച്ചത് ഇപ്പോൾ ശരിയായി. കർമ്മശേഷി നശിക്കാത്ത കാലത്തോളം കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ തലയുയർത്തി നിൽക്കും. ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾക്ക് വേണ്ടി ഇനിയും പ്രതികരിക്കുമെന്നും ചെറിയാൻ ഫിലിപ്പ് ഫേസ്ബുക്കിൽ പറഞ്ഞു. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം പന്തളം സുധാകരൻ, മാത്യു കുഴൽനാടൻ, ജേക്കബ് ജോർജ്, TN പ്രതാപൻ തുടങ്ങിയവരാണ് വിവിധ സ്റ്റുഡിയോകളിലും ടെലിഫോൺ ലൈനിലും. ആദ്യം ശ്രീ മാത്യു കുഴൽനാടൻ, ഇന്ന് ശ്രീ TN പ്രതാപൻ സ്വീകരിച്ച നിലപാട് കോൺഗ്രസിലെ 4ലേറെ തവണ നിയമസഭാംഗമായവരോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ നിയമസഭാംഗമായവർ പിന്തുടരും എന്ന് വിശ്വസിക്കുന്നുണ്ടോ താങ്കൾ? അത് കാത്തിരുന്ന് കാണേണ്ട ഒന്നാണ്. പക്ഷേ തീർച്ചയായിട്ടും ഞങ്ങളെ സംബന്ധിച്ച് ഇന്ന് ബഹുമാനായ ശ്രീ TN പ്രതാപൻ കൈക്കൊണ്ട നിലപാട് വളരെ സ്വാഗതാർഹവും വളരെ പ്രോഗ്രസീവായിട്ടുള്ള, ഞങ്ങൾ യുവാക്കൾക്കൊക്കെ വളരെ അങ്ങേയറ്റം അംഗീകരിക്കാൻ തോന്നുന്ന ഒരു നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത്. പാർട്ടിയുടെ ഒരു പൊതു നന്മയെ കരുതി ഈ നിലപാട് മാതൃകയാക്കുന്നത്, മറ്റ് നേതാക്കൾ മാതൃകയാക്കുന്നത് നന്നായിരിക്കുമെന്നാണ് ഞങ്ങളുടെ യുവാക്കളുടെ ഭാഗത്തു നിന്നുള്ള പക്ഷം. അദ്ദേഹം ഈ വട്ടം കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വിജയിക്കാൻ അല്ല, 3 തവണയിലേറെ മത്സരിച്ച നിരവധി നേതാക്കളുണ്ട്. അത് എണ്ണി പറയാൻ പറഞ്ഞാൽ ഒരുപാട് നേതാക്കന്മാരുണ്ട്. അപ്പോൾ അവരൊക്കെ മാതൃകയാക്കാൻ കഴിയുന്നതാണ്. ഇപ്പോൾ പുതിയതായി വന്ന് 1-2 വട്ടമായവർ അതിലേക്ക് വരേണ്ടതില്ല. പക്ഷേ എന്നിരുന്നാലും 3 വട്ടമായവർ, 3 തവണ മത്സരിച്ചവരൊക്കെ മാറി നിൽക്കുന്നത് ഈ പാർട്ടിയെ സംബന്ധിച്ച് ഒരു പുതിയ തലമുറയ്ക്ക് കടന്നു വരാൻ, അല്ലെങ്കിൽ പുതുമുഖങ്ങൾക്ക് അവസരം കിട്ടാൻ, പാർട്ടിയിലെ ഒരു ഗുണകരമായ മാറ്റത്തിന് വേദിയാകും, അല്ലെങ്കിൽ നിതാന്തമാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇവിടെ ശ്രീ പന്തളം സുധാകരൻ, KPCC അധ്യക്ഷൻ ശ്രീ VM സുധീരൻ KPCCയുടെ തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിന് ശേഷം വാർത്താലേഖകരെ കണ്ടപ്പോൾ താങ്കൾ തൊട്ടടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. ശ്രീ VM സുധീരൻ പറഞ്ഞത് VS അച്യുതാനന്ദനെ പോലെ ദീർഘകാലം പാർലമെന്ററി രംഗത്ത് അവസരം കിട്ടിയ നേതാക്കന്മാർ, മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായി രാഷ്ട്രീയ പാരമ്പര്യമുള്ളയാൾ, ഇനിയും തെരഞ്ഞെടുപ്പ് രംഗത്ത് പോകുന്നതിന് വ്യഗ്രത കാട്ടുന്ന കാലത്ത് പ്രതാപൻ കാട്ടുന്നത് ധീരതയാണ്, ആർജവമാണ് എന്നാണ്. സമാനമായ വിധത്തിൽ തന്നെ പ്രതിപക്ഷ നേതാവായും മുഖ്യമന്ത്രിയായും അവസരം ലഭിച്ച ഉമ്മൻചാണ്ടിയും ഇപ്പോൾ മത്സര രംഗത്തുണ്ട്. 4ലേറെ തവണ MLA ആയ പലരും, KC ജോസഫ്, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടക്കമുള്ള പലരും പാർലമെന്ററി പാർട്ടിയിലുമുണ്ട്. അവരുടെ ഒന്നും കാര്യം പറയാതെ എന്തിനാണ് എതിർപാളയത്തിലേക്ക് VM സുധീരൻ നോക്കുന്നത്?
അല്ല, നമ്മളതിനെ ഒരു പോസിറ്റീവായിട്ട് കാണണം. അത് ദുർവ്യാഖ്യാനം ചെയ്യരുതെന്നുള്ള അഭ്യർത്ഥനയാണ് എനിക്കുള്ളത്. ആദ്യമായിട്ട് എന്നെയും ശ്രീ മാത്യു കുഴൽനാടനും കൂടെ ഒരുമിച്ച് വിളിക്കേണ്ട കാര്യമില്ല. കാരണം രണ്ടുപേരും പറയുന്നതിൽ അഭിപ്രായ വ്യത്യാസമില്ല. ഇന്ന് തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിലാണ് പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഇലക്ഷൻ കമ്മിറ്റി യോഗത്തിൽ ശ്രീ മുകുൾ വാസനിക്ക് ഉള്ളവർ പങ്കെടുത്ത യോഗത്തിലാണ് ശ്രീ ടി.എൻ. പ്രതാപൻ MLA കത്തിനെ സംബന്ധിച്ച് പ്രസിഡന്റ് വെളിപ്പെടുത്തിയത്. എല്ലാവരും അത് സ്വാഗതം ചെയ്തു. കാരണം ശ്രീ കുഴൽനാടൻ പറഞ്ഞതുപോലെ ഒരു ചെറുപ്പക്കാരൻ, തീർച്ചയായും വളരെ ഡൈനമിക് ആയിട്ടുള്ള ഒരു MLA ആണ് ശ്രീ പ്രതാപൻ എന്ന കാര്യം സംശയമില്ല. നമ്മുടെ പൊതുസമൂഹത്തിൽ സന്ദർഭത്തിനൊത്ത് ഉയർന്ന് പ്രവർത്തിക്കുകയും പ്രതികരിക്കുകയും ചെയ്യുന്ന ശക്തനായ ഒരു വക്താവാണ് ടി.എൻ. പ്രതാപൻ. അപ്പോൾ അദ്ദേഹത്തെ പോലെ പല കാര്യങ്ങളിലും ആദർശപരമായ നിലപാടെടുത്തിട്ടുള്ള, ഞാനൊക്കെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്ന കാലഘട്ടത്തിലൊക്കെ അന്ന് ഞങ്ങളോടൊപ്പം പ്രവർത്തിച്ച ആളാണ്. അപ്പോൾ അന്നും ഇന്നും ആ നിലപാടെടുക്കുന്ന പ്രതാപൻ പറഞ്ഞത് തീർച്ചയായും യുവാക്കൾക്ക്, അതാണ് മാത്യു കുഴൽനാടൻ പറഞ്ഞത്, ഒരു പ്രതീക്ഷ നൽകുന്ന ഒന്നാണ്. പിന്നെ മാത്രമല്ല, പുതിയ ഇന്നത്തെ തെരഞ്ഞെടുപ്പ് ഞങ്ങളുടെ ഇലക്ഷൻ കമ്മിറ്റിയുടെ ഇന്നത്തെ ഒരു ചർച്ച വന്നത് തന്നെ കൂടുതൽ AICC തന്നെ പറഞ്ഞത് കൂടുതൽ പുതുമുഖങ്ങൾക്ക് ചാൻസ് കൊടുക്കണം. അതുപോലെ വ്യത്യസ്ത മേഖലകൾ ഇതുവരെയും അവസരം കിട്ടാത്തവരെ പരിഗണിക്കണം, ചെറുപ്പക്കാർ വരണം, വനിതകൾ വരണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ തീർച്ചയായും അതൊക്കെ നടപ്പിലാകണമെങ്കിൽ നിലവിലുള്ള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ മത്സരിച്ചത് കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച 82 സീറ്റിലാണ്. ആ 82 സീറ്റിനുള്ളിൽ നിന്നുകൊണ്ട് വേണം ഇതെല്ലാം എല്ലാ മേഖലകളിലുള്ളവരെയും ഉൾപ്പെടുത്തേണ്ടത്. അതൊരു വലിയ ടാസ്ക്കാണ്, ഹെർക്കൂലിയൻ ടാസ്ക് ആണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആ ടാസ്ക് പരിഹരിക്കുന്നതിന് വേണ്ടി തീർച്ചയായും വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ശ്രീ ഉമ്മൻചാണ്ടിയും ശ്രീ VM സുധീരനും ശ്രീ രമേശ് ചെന്നിത്തലയും അടങ്ങുന്ന ഒരു ട്രയോ അവരുടെ ആ സമിതി ഒരു തീരുമാനമെടുക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടിയുടെ കൂടി അഭിപ്രായമായി AICC അറിയിക്കും. അപ്പോൾ അത് ദുർവ്യാഖ്യാനം ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് പറഞ്ഞ സത്യം പറഞ്ഞാൽ ഏറ്റവും പ്രായമുള്ളവർ, എനിക്കൊന്ന് ലോകത്തെ ഏറ്റവും പ്രായം കൂടിയ പ്രതിപക്ഷ നേതാവ് ശ്രീ VS അച്യുതാനന്ദനാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പേര് പരാമർശിച്ചതെന്നാണ് ഞാൻ കരുതുന്നത്. അത് പോസിറ്റീവായിട്ട് കണ്ടാൽ മതി. തുടരുക. ശ്രീ ജേക്കബ് ജോർജ്, ഇന്ന് എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളതെന്ന് നോക്കുക. രാവിലെ AIയുടെയും Iയുടെയും സംയുക്ത ഗ്രൂപ്പ് യോഗം KC ജോസഫിൻ്റെ ഔദ്യോഗിക വസതിയിൽ നടക്കുകയാണ്. എന്നിട്ട് ചില സീറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചു മാറുന്നത് സംബന്ധിച്ച് ചർച്ച നടത്തുകയാണ്. VM സുധീരൻ്റെ പരസ്യ പ്രസ്താവനകളോട് പ്രതികരിക്കേണ്ടതില്ല, VM സുധീരൻ നിർത്തുന്ന സ്ഥാനാർത്ഥികൾ സംബന്ധിച്ച് സംയുക്ത തീരുമാനം എടുക്കണം എന്ന നിലയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അപ്പോഴാണ് VM സുധീരൻ വൈകുന്നേരം VS അച്യുതാനന്ദൻ്റെ ചുമലിൽ ചാരിയിരുന്ന് ഈ സ്ഥിരം സ്ഥാനാർത്ഥികൾക്കെതിരെ തുരുതുരാ വെടിവെക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ കോൺഗ്രസിലൊരു പുതിയ സാഹചര്യമാണോ സൃഷ്ടിക്കുന്നത്? അത് ഈ ടി.എൻ. പ്രതാപൻ യഥാർത്ഥത്തിൽ VM സുധീരനുമായിട്ട് വളരെ അടുപ്പമുള്ള നേതാവാണ്. അപ്പം പ്രതാപൻ പോവുക എന്ന് പറഞ്ഞാൽ സുധീരന് തന്നെ ഒരു തിരിച്ചടിയാണ്. എങ്കിൽ പോലും അത് ഉപയോഗിച്ചും കൊണ്ട് പാർട്ടിയിൽ കാലാകാലങ്ങളായിട്ട് ഇങ്ങനെ സ്ഥാനാർത്ഥി എന്ത് ഇലക്ഷൻ വന്നാലും ഉടനെ സ്ഥാനാർത്ഥിയാവുന്ന കോൺഗ്രസ് നേതാക്കന്മാരെ തീർച്ചയായിട്ടും സുധീരൻ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്, ലക്ഷ്യം വയ്ക്കുന്നുണ്ട്, യാതൊരു സംശയവുമില്ല. അത് കോൺഗ്രസിൻ്റെ ഒരു പ്രശ്നമാണ്. ഏത് ഇലക്ഷൻ വന്നാലും ചില സ്ഥിരം സ്ഥാനാർത്ഥികൾ, ഞാൻ ആരുടെയും പേര് പറയുന്നില്ല, കുഴൽനാടൻ അതൊക്കെ ആ പേരറിയാം. കുഴൽനാടൻ എൻ്റെ അറിവ്, കുഴൽനാടൻ കഴിഞ്ഞ ദിവസം ആന്റണിയോടും സുധീരനോടും ഉമ്മൻചാണ്ടിയോടും ഒക്കെ തുറന്നടിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അത് വളരെ ശക്തമായ ഭാഷയിൽ തന്നെ. കാരണം നിങ്ങളിന്ന് ഇങ്ങനെ ഇരുന്നാൽ പോരാ, നിങ്ങളുടെയൊക്കെ ചെറുപ്പകാലം മുതൽ ഇത്ര കാലം, എത്ര 10, 40, 50 വർഷം കുഴൽനാടൻ പറഞ്ഞ ഒരു വാചകം ഞാൻ കേട്ടത്, 4 തലമുറകളെ നിങ്ങൾ തകർത്തു AK ആന്റണി എന്നാണ് കുഴൽനാടൻ പറഞ്ഞത് അത്രേ. വിശദീകരിക്കട്ടെ. കുഴൽനാടൻ അവിടെ നിന്ന് ചിരിച്ചാ പോരല്ലോ. കുഴൽനാടൻ 4 തലമുറ നിങ്ങൾ തകർത്തു AK ആന്റണി എന്ന് AK ആന്റണിയുടെ മുഖത്ത് നോക്കി പറയാൻ ധൈര്യമുള്ള ആളാണോ ശ്രീ കുഴൽനാടൻ താങ്കൾ? ഞങ്ങളുടെ പാർട്ടിയിലെ മുതിർന്ന ബഹുമാന്യരായ നേതാക്കന്മാരോട് പറയുന്ന നിരവധി കാര്യങ്ങളുണ്ട്. അതിപ്പോൾ നമ്മളിതൊരു TV ചർച്ചയിൽ പറയേണ്ട കാര്യമല്ലല്ലോ. ഞങ്ങൾക്ക് അതിൻ്റെ അകത്തുള്ള സ്വാതന്ത്ര്യവും അടുപ്പവും ഒക്കെ വെച്ചിട്ടും അല്ലാതെയും ഒക്കെ പല കാര്യങ്ങളും പാർട്ടിക്കകത്ത് പറയേണ്ടത്. ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയാലോ. പാർട്ടി യോഗങ്ങളിലാണെങ്കിൽ തന്നെയും ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല എന്നാണെങ്കിൽ താങ്കൾക്ക് ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയാം. അതിനപ്പുറത്തേക്ക് പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ പറയേണ്ടതില്ലല്ലോ എന്ന് പറയുമ്പോൾ ആ പറഞ്ഞതിനുള്ള സ്ഥിരീകരണമായിരിക്കും. ആ നിലയിലുള്ള ഒരു അഭിപ്രായം സംസ്ഥാന യൂത്ത് കോൺഗ്രസിനുണ്ടോ? ഈ പറയുന്ന നേതാക്കൾ, ഇപ്പോൾ AK ആന്റണി
കെ ആന്റണി പൊതുസമ്മേളനത്തിലൊക്കെ വിളിച്ചു പറയും പുതിയ യുവാക്കൾക്ക് അവസരം കൊടുക്കണമെന്ന്. എന്നിട്ട് കെ ആന്റണി തന്നെ 6ാം തവണയും രാജ്യസഭാംഗമായി ദില്ലിക്ക് പോകും. ഇത് തന്നെയാണ് ഉമ്മൻചാണ്ടിയുടെ കാര്യത്തിൽ, ഇത് തന്നെയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ കാര്യത്തിൽ, ഇത് തന്നെയാണ് കെ സി ജോസഫിൻ്റെ കാര്യത്തിൽ, ഇത് തന്നെയാണ് മറ്റെല്ലാ നേതാക്കളുടെയും കാര്യത്തിൽ. അവസരം കിട്ടുന്നവർ ഒരിക്കലും ഉപേക്ഷിക്കാറില്ല. അവിടെയാണ് ടി എൻ പ്രതാപൻ ഇവിടെ വ്യത്യസ്തനാകുന്നു എന്ന് ശ്രീ വി എം സുധീരൻ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോഴാണ് ശ്രീ ജേക്കബ് ജോർജ് പറയുന്നത് താങ്കളെപ്പോലുള്ളവർ ഇവരുടെയൊക്കെ മുഖത്ത് നോക്കി ഇതൊക്കെ തുറന്നടിക്കാൻ പ്രാപ്തരായ ആളുകളാണ് എന്ന്. നികേഷിന്റെ ഒരു വിനയപൂർവ്വമുള്ള അപേക്ഷ, നമ്മൾ ഈ ചാനൽ ചർച്ചകൾ ഒരു കോടതി മുറിയിലെ ക്രോസ് വിസ്താരത്തിന്റെ ലെവലിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കരുത്. അല്ല, ഒരു ചാനൽ ചർച്ചകൾ കോടതി മുറികളിലെ ഒരു ക്രോസ് വിസ്താരത്തിന്റെ ലെവലിലേക്ക് കൊണ്ടുപോകാൻ പരിശ്രമിക്കരുത്. വി ഹാവ് ടു ബി നമ്മൾ ഡിഗ്നിഫൈഡ് ആയിട്ടും ജെന്റിലായിട്ടും ഒരു ഇഷ്യൂ ഡിസ്കസ് ചെയ്യാം. സ്വാഭാവികമായിട്ടും നിങ്ങളെക്കുറിച്ചും നമ്മളെക്കുറിച്ചും ഒക്കെ പല കാര്യങ്ങളും പലർക്കും കേട്ടറിവ് കാണും. നമ്മൾ കോടതിയിലെ ക്രോസ് വിസ്താരമൊന്നുമല്ല, രാഷ്ട്രീയമായ അഭിപ്രായം പ്രകടിപ്പിക്കുന്നവർ ഉണ്ട് കേരളത്തിൽ. രാഷ്ട്രീയമായ അഭിപ്രായം പ്രകടിപ്പിക്കാതെ ഓരോരത്തുകൂടി പോകാൻ ശ്രമിക്കുന്നവരുമുണ്ട്. മാത്യു കുഴൽനാടൻ രാഷ്ട്രീയമായി അഭിപ്രായം പ്രകടിപ്പിച്ച് മുന്നോട്ട് പോകണം ഇത്തരം പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ എന്ന് കരുതുന്ന ആളാണ് എന്ന് ശ്രീ ജേക്കബ് ജോർജ് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ താങ്കളോട് ചോദിച്ചത് താങ്കളത് പറഞ്ഞതാണോ അല്ലയോ എന്ന്. അല്ല, ഞാൻ എൻ്റെ അഭിപ്രായം പറയാം. എൻ്റെ അഭിപ്രായം, ഈ പാർട്ടിയിൽ 3 വട്ടം മത്സരിച്ചവർ മാറി നിൽക്കാനുള്ള ഒരു മര്യാദ കാണിക്കണമെന്നുള്ളതാണ് എൻ്റെ നിലപാട്, എൻ്റെ അഭിപ്രായം. പിന്നെ അത് ഞാൻ ആരോട് എന്തൊക്കെ സംസാരിച്ചു, എങ്ങനെയൊക്കെ സംസാരിച്ചു, എവിടെ സംസാരിച്ചു, അങ്ങനെ അതിൽ അർത്ഥമില്ല. എൻ്റെ നിലപാട് ഞാൻ വ്യക്തമായി പറയുകയാണ്. 3 വട്ടം മത്സരിച്ചവർ മാറി നിൽക്കാൻ തയ്യാറാകുന്നത് സ്വാഗതാർഹമാണ്. അല്ലെങ്കിൽ അത് മാതൃകയാക്കേണ്ടതാണ്. അത് മറ്റുള്ളവർ ഫോളോ ചെയ്യേണ്ടതാണ്. പക്ഷേ മാത്യു കുഴൽനാടൻ അങ്ങനെ ഒരു മാനദണ്ഡം കോൺഗ്രസ് പാർട്ടിക്ക് മുന്നോട്ട് വെക്കാൻ കഴിയുന്നില്ലല്ലോ. ഇപ്പോൾ CPI-യുടെ കാര്യത്തിൽ, CPIM-ന്റെ കാര്യത്തിൽ 2 വട്ടം മത്സരിച്ചവർ പിന്നീട് മത്സരിക്കേണ്ട ചില ഇളവുകളാണ് പാർട്ടിയുടെ ഘടകങ്ങൾ നൽകുക. ഇപ്പോൾ CPI-യുടെ കാര്യത്തിലെടുത്താൽ 2 വട്ടം മത്സരിച്ചവരെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കരുണയില്ലാതെ മാറ്റി നിർത്തിയിരുന്നു. മുതിർന്ന നേതാക്കളായിരുന്നു അവരെ കൊണ്ടാണ് പാർലമെന്ററി പാർട്ടി മുന്നോട്ട് പോയിരുന്നത് എന്ന് കരുതിയതെങ്കിൽ തൊട്ടടുത്ത് വരുന്ന പാർലമെന്ററി പാർട്ടി അതിനേക്കാൾ ശക്തമായിരുന്നു. കൂടുതൽ നല്ല ശബ്ദങ്ങൾ ആ പാർട്ടിയിൽ ലഭിച്ചിരുന്നു. ഇത്തവണ ആ പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത് ജില്ലാ ഘടകങ്ങൾക്ക് തീരുമാനിക്കാം ആർക്കെങ്കിലും ഇളവ് കൊടുക്കണോ എന്നുള്ളതാണ്. അങ്ങനെ ഓരോ പാർട്ടിക്കും മാനദണ്ഡമുണ്ട്. നിങ്ങളുടെ പാർട്ടിക്ക് മാനദണ്ഡമില്ല. ആ മാനദണ്ഡം ഉണ്ടാക്കാൻ വേണ്ടിയല്ലേ യഥാർത്ഥത്തിൽ ശ്രീ കുഴൽനാടൻ താങ്കളെപ്പോലുള്ള യൂത്ത് കോൺഗ്രസ്സുകാർ ശ്രമിക്കേണ്ടത്? അതില്ലാതെ ആളുകളോട് ഇങ്ങനെ ദയാവായ്പിന് വേണ്ടി കാത്തു നിൽക്കുന്നത് അതെത്രത്തോളം സാധ്യമാകും? അവർ അനുവദിക്കില്ല. ടി എൻ പ്രതാപനെ പോലുള്ളവർ, ഇപ്പോൾ ടി എൻ പ്രതാപൻ്റെ കാര്യം എടുക്കാം. ടി എൻ പ്രതാപൻ അവിടെ കൊടുങ്ങല്ലൂർ നിയമസഭാ മണ്ഡലത്തിലാണ്. വിജയസാധ്യത കുറയുന്നു എന്ന് കണ്ടപ്പോൾ മാറിയെന്ന് രഹസ്യമായി വിളിച്ചു ചോദിച്ചാൽ ഏത് കോൺഗ്രസ്സുകാരനും പറയും. അല്ല, ശരിയാണ് നികേഷ്. ഞാൻ നിങ്ങളുടെ ആർഗ്യുമെൻറ്റ് ഫോർ ദ സേക്ക് ഓഫ് ആർഗ്യുമെൻറ്റ് ഞാൻ അംഗീകരിക്കാം. CPI ഈ കാര്യത്തിൽ വളരെ മാന്യമായ നിലപാടാണ് തുടർന്നു പോരുന്നത്. ഞാൻ പറയട്ടെ, ഇന്ത്യയെ കോൺഗ്രസ്സിന് മാത്രം പറയുന്നത്, കോൺഗ്രസിനേക്കാളും വളരെ ശക്തമായ കേഡർ സ്വഭാവമുള്ള അല്ലെങ്കിൽ അത്രയേറെ ഒരു സംഘടനാ ചട്ടങ്ങൾ പാലിക്കുന്ന CPM-ന് സാധിക്കുന്നുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, അവർക്കുമുണ്ട് ഇതേ മാനദണ്ഡം. നിരവധി ആളുകൾക്ക് അവർ എക്സംഷൻ കൊടുക്കാൻ നിർബന്ധിതമാകുന്നത് എന്തുകൊണ്ടാണ്? അവരൊന്നും ആ പാർട്ടിയിലെ അനിവാര്യരായ മുതിർന്ന നേതാക്കളായതുകൊണ്ടല്ല. തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി CPM അവരുടെ അടിസ്ഥാന തത്വങ്ങളിൽ അതുകൂടി ചേർത്ത് വേണ്ടേ നികേഷ് പറയാൻ. CPI ക്യാൻ ബി ആൻ എക്സംഷൻ. പക്ഷേ കോൺഗ്രസ്സിലുണ്ടാകുന്നത് പോലെ തന്നെ അതിലും അപ്പുറമുള്ള എക്സംഷൻ CPM കൊടുക്കേണ്ടി വരുന്നു. ഇന്നലകളിൽ അതുണ്ടായിരുന്നില്ല. CPM ആ നിലയിൽ എന്തുമാത്രം താഴേക്ക് പോയി. 3 വട്ടം കഴിഞ്ഞ് 4 വട്ടം കഴിഞ്ഞവർക്ക് എക്സംഷൻ കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്? മറ്റ് മാനദണ്ഡങ്ങളൊന്നുമില്ല. ഞാൻ പറഞ്ഞ കോൺഗ്രസ് അതിന് ആ എക്സംഷൻ ആണെന്ന് ഞാൻ പറയുന്നില്ല. കോൺഗ്രസ്സിലും നിരവധി തവണയായി തുടരുന്നവരുണ്ട്. അതൊരു ഈ അധികാരത്തിൽ കടിച്ചു തൂങ്ങാനുള്ള. ഇപ്പോൾ ഇന്ന് ബഹുമാനായ KPC പ്രസിഡന്റ് VM സുധീരൻ VS അച്യുതാനന്ദൻ്റെ പേരെടുത്ത് പറയാനുണ്ടായ കാരണം എന്താണ്? ഏറ്റവും ഗ്ലയറിംഗ് എക്സാമ്പിൾ അതാണ്. അറ്റ് ദ ഏജ് ഓഫ് 94 ഇയേഴ്സ്, 94 വയസ്സ് പ്രായം, ആ പാർട്ടിയിലെ മഹാഭൂരിപക്ഷം വരുന്ന നേതാക്കന്മാരും അദ്ദേഹം മാറി നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നു എന്ന് എനിക്കും നിങ്ങൾക്കും അറിയാം. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ജനപിന്തുണ ശരിയാണ്, ജനപിന്തുണ ഉണ്ട്. ആ പാർട്ടിയിലെ മഹാഭൂരിപക്ഷം നേതാക്കന്മാരും മാറി നിൽക്കണമെന്ന് ആഗ്രഹിക്കുമ്പോഴും അദ്ദേഹം മത്സരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഇത് കോൺഗ്രസിൽ മാത്രമുള്ളതല്ല, ഇത് CPM-ലും മറ്റു പാർട്ടികളിലും കാണുന്നതാണ്. ഇതിന്റെ പൊതു സ്വഭാവമാണ്. അതിന്റെ ആയതുകൊണ്ടാണ്. പന്തളം സുധാകരൻ, താങ്കളുടെ പാർട്ടിയിലെ ഒരു യുവ നേതാവ് ഈ
ചർച്ചയിൽ വ്യത്യസ്താഭിപ്രായം പ്രകടിപ്പിക്കും എന്നുള്ളത് കൊണ്ടാണ് മാത്യു കുഴൽനാടനെ കൂടി ഈ ചർച്ചയിൽ ഉൾപ്പെടുത്തിയത്. അതിൽ താങ്കൾ ദയവായി ഖിന്നനാകരുത്. എനിക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യം, ഇന്ന് ശ്രീ KC ജോസഫിൻ്റെ വസതിയിൽ, ഔദ്യോഗിക വസതിയിൽ ഒരു കോൺഗ്രസ് പാർട്ടിയുടെ ഒരു യോഗം നടന്നു. എന്താണ് ആ യോഗം? ആ യോഗത്തിൻ്റെ വിശദീകരണം എന്താണ്? ഇന്ന് കോൺഗ്രസ് പാർട്ടിയുടെ ഒരു ഉന്നതതല യോഗം നടന്നു തിരുവനന്തപുരത്ത്. അത് നടന്നത് ശ്രീ ഉമ്മൻചാണ്ടിയും ശ്രീ VM സുധീരനും ശ്രീ മുഗൾ വാസനിക്കും രമേശ് ചെന്നിത്തലയും ഒക്കെ പങ്കെടുത്ത യോഗം നടന്നത് ഇന്ദിരാഭവനിലാണ്. അതാണ് കോൺഗ്രസിന്റെ ഔദ്യോഗികമായ. അത് വൈകുന്നേരം, അതിനുശേഷമാണല്ലോ KPCC അധ്യക്ഷൻ ബ്രീഫിംഗ് നടത്തിയത് ശ്രീ പന്തളം സുധാകരൻ. അല്ല, ഞാൻ ചോദിച്ചത് KC ജോസഫിന്റെ വസതിയിൽ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ ഒരു യോഗം നടത്തിയിരുന്നു. ആ യോഗത്തിന്റെ പേരെന്താണ്? അല്ല, KC ജോസഫ് കോൺഗ്രസ് മന്ത്രി മാത്രമല്ല, അദ്ദേഹം കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കന്മാരിൽ ഒരാളാണ്. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ, തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ പല കാര്യങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ഓരോ മന്ത്രിമാരുടെയും നേതാക്കന്മാരുടെയും വസതികളിലൊക്കെ വൈകിട്ട് കൂടാറുള്ളത് ഒരു സ്വാഭാവികമായ കാര്യം മാത്രമാണ്. അതിലൊരു യാതൊരു അസ്വാഭാവികത ഞാൻ കാണുന്നില്ല ഏത് നേതാവിൻ്റെയും. കാരണം പ്രത്യേകിച്ച് ചില നേതാക്കന്മാരുടെ വീട്ടിൽ ഇങ്ങനെ കൂടിയിരുന്ന ആശയവിനിമയം നടത്താൻ. കാരണം ഒരു യോഗത്തിന് പോകുന്നതിന് മുമ്പ്, ഒരു തീരുമാനമെടുക്കുന്ന യോഗത്തിന് പോകുന്നതിന് മുമ്പ് തീർച്ചയായും, കാരണം അവിടെ ഗ്രൂപ്പ് യോഗമാണെന്ന് നിങ്ങൾക്കാർക്കും പറയാൻ കഴിയില്ലല്ലോ. കാരണം KC ജോസഫിൻ്റെ വസതിയിൽ കണ്ണൂർ ജില്ലയുടെ നേതാവായ, കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള മന്ത്രി കൂടിയാണല്ലോ KC ജോസഫ്. അവിടെ നിന്നുള്ള K സുധാകരനുണ്ട്, അല്ലെങ്കിൽ ശ്രീ ജോസഫ് വാഴക്കനുണ്ട്. ആ വിഷയത്തിൽ എല്ലാവരും ഉണ്ട്. അപ്പോൾ അവിടെയാണ് പ്രധാനപ്പെട്ടത്. ശ്രീ ജേക്കബ് ജോർജ്, താങ്കൾ ഈ ചർച്ചയിലേക്ക് വരിക. സർക്കാരിന്റെ തീരുമാനങ്ങൾക്കെതിരെ തുടർച്ചയായി വാളോങ്ങുന്ന VM സുധീരൻ സ്ഥാനാർത്ഥി പട്ടികയിലും പിടിമുറുക്കുന്നത് തടയുന്നതിനുള്ള മറുതന്ത്രങ്ങൾ മെനയുന്നതിനു വേണ്ടിയാണ് എയും ഐയും സംയുക്ത ഗ്രൂപ്പ് യോഗം ചേർന്നത്. സാധാരണഗതിയിൽ ഈ ഗ്രൂപ്പ് മാറി സ്ഥാനാർത്ഥികളെ നിർത്തണമെങ്കിൽ കോൺഗ്രസ് പാർലമെൻ്ററി പാർട്ടിയിലേക്കുള്ള, അല്ലെങ്കിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നതിനുള്ള സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കുന്നത് ഇന്ദിരാഭവനിൽ നിന്നാണ് അവസാനമായി. അത് കഴിഞ്ഞതിന് ശേഷം AICCയിലേക്ക് പോവും. അവിടെയുള്ള തിരുത്തലുകൾ കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ടേക്ക് സ്ഥാനാർത്ഥി പട്ടിക വരിക. ഇത്തവണ VM സുധീരൻ ഇനി അഥവാ പുതിയ സ്ഥാനാർത്ഥികളെയും കൊണ്ട് വരികയാണ് എങ്കിൽ, ഒരു മൂന്നാം ഗ്രൂപ്പ് സ്ഥാനാർത്ഥികൾ എന്ന പേരിൽ ചില സ്ഥാനാർത്ഥികളെ അവതരിപ്പിക്കുകയാണെങ്കിൽ അതിന് തടയിടുന്നതിന് വേണ്ടി എയുടെയും ഐയുടെയും സംയുക്ത ഗ്രൂപ്പ് യോഗം KC ജോസഫിൻ്റെ വസതിയിൽ നടക്കുകയാണ്. അതിനകത്ത് KC ജോസഫിനെ കൂടാതെ എ ഗ്രൂപ്പിൽ നിന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ബെന്നി ബെഹനാൻ, MM ഹസൻ, തമ്പാനൂർ രവി എന്നിവർ, ഐ ഗ്രൂപ്പിൽ നിന്ന് K സുധാകരൻ, VD സതീശൻ, ജോസഫ് വാഴക്കൻ എന്നിവർ. അപ്പോൾ ചില സീറ്റുകളിൽ വെച്ചുമാറ്റം നടക്കുന്നു. ആലപ്പുഴ ജില്ലയിൽ എ ഗ്രൂപ്പ് മത്സരിച്ച കായംകുളം ഐക്ക് വിട്ടുകൊടുക്കാൻ തീരുമാനിക്കുന്നു. പീരുമേട് പകരമായി എക്ക് വിട്ടുകൊടുക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള സീറ്റ് വെച്ചുമാറലാണ്. അതായത് VM സുധീരനെ പ്രതിരോധിക്കുക. ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയുമാണ് ടോപ്പ് പോസ്റ്റിന് വേണ്ടി മത്സരിക്കുന്നത്. അത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം. അതിനു മുമ്പ് VM സുധീരനെ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ പ്രതിരോധിക്കുക എന്ന ലക്ഷ്യം ഇപ്പോൾ AI ഗ്രൂപ്പുകൾക്കുണ്ട്. അതിനുവേണ്ടിയാണ് KC ജോസഫിൻ്റെ വീട്ടിൽ ഇന്ന് യോഗം ചേർന്നതെന്ന് പറയുമ്പോൾ കോൺഗ്രസിൽ ഇതൊരു പുതിയ സാഹചര്യമാണോ? അല്ല, കോൺഗ്രസിലെ ഞാൻ കുഴൽനാടിനെ കുറിച്ച് ഞാൻ പറഞ്ഞത്, കുഴൽനാടിന് മനപ്രയാസം ഉണ്ടാക്കരുത് എന്നതുകൊണ്ട് ഞാൻ ഒരു വാചകം പറയട്ടെ. മാത്യു കുഴൽനാടൻ പറഞ്ഞല്ല ഞാൻ ഈ കാര്യം അറിഞ്ഞത്. ഞാൻ അറിഞ്ഞു കേട്ട കാര്യം അത് ശരിയാണ് എന്ന് തോന്നിയത് കൊണ്ടും അത് ഇവിടെ പ്രസക്തമായതുകൊണ്ടും ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. കുഴൽനാടൻ അതിന് ഉത്തരവാദിത്തം ഏൽപ്പിക്കരുത് നികേഷ്. കാരണം അദ്ദേഹം ഒരു ഉത്തരവാദിയല്ല. അതിൻ്റെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുന്നു. കുഴൽനാടൻ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാത്യു കുഴൽനാടൻ അഭിനന്ദനം അർഹിക്കുന്നു. AK ആൻ്റണിയൊക്കെ എങ്ങനെയാണ് കുഴൽനാടിന് ഇവിടെ നേതാവായത്? അടിയന്തരാവസ്ഥയെ എതിർത്ത AK ആൻ്റണി, ഇവിടുത്തെ ബിഷപ്പുമാരെ കാണാൻ കൂട്ടാക്കാത്ത AK ആൻ്റണി, ഇന്ദിരാഗാന്ധി ബിഷപ്പുമാരെ കാണാൻ പോയപ്പോൾ പ്രതിഷേധിച്ച് അങ്ങോട്ട് പോകാതിരുന്ന AK ആൻ്റണി, അങ്ങനെയല്ലേ AK ആൻ്റണി എന്ന വ്യക്തിത്വത്തെ വളർത്തിയത്. അതുകൊണ്ട് മാത്യു കുഴൽനാടൻ AK ആൻ്റണിയോടും രാഹുൽ ഗാന്ധിയോടും ഇതൊക്കെ പറയാനുള്ള കരുത്ത് കാണിക്കണം. എങ്കിലേ മാത്യു കുഴൽനാടൻ നല്ല ശക്തനായ ഒരു നേതാവായിട്ട് വളരുകയുള്ളൂ. യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരും. ഇനി നികേഷ് പറഞ്ഞ കാര്യം, ഇവിടെ സുധീരനും ഒരു വശത്ത് നിൽക്കുകയാണ്. ഒരു ജില്ലയിൽ ഒരു സ്ഥാനാർത്ഥി എന്ന കണക്കിനെങ്കിലും
സ്ഥാനാർത്ഥികളെ സംഘടിപ്പിക്കാൻ സുധീരൻ കാര്യമായ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരം, കൊല്ലം മുതൽ അങ്ങോട്ട് കണ്ണൂർ, കാസർഗോഡ് വരെ ഒരു ജില്ലയിൽ തൻ്റേതായ ഒരു സ്ഥാനാർത്ഥിയെങ്കിലും ഉണ്ടാവണം എന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ട്. അതിലൊന്നായിരുന്നു TN പ്രതാപൻ. പക്ഷേ പ്രതാപൻ ഇന്ന് മത്സരിക്കേണ്ട എന്ന് പറഞ്ഞിരിക്കുന്നു. പ്രതാപനാവട്ടെ പണ്ട് 2001 ആദ്യം മത്സരിച്ചത്. അന്ന് ചെറിയാൻ ഫിലിപ്പൊക്കെ സംഘടിപ്പിച്ച കേരള ദേശീയ വേദിയുടെ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് ചെറിയാൻ ഫിലിപ്പാണ് ഈ ഒരു വാദം കൊണ്ടുവന്നത്. ഒരാൾ 2 പ്രാവശ്യമേ മത്സരിക്കാവൂ. അത് ഉമ്മൻചാണ്ടിയോട് പറഞ്ഞു. അതോടുകൂടി ചെറിയാൻ ഫിലിപ്പിന്റെ കഥ കഴിയുകയും അദ്ദേഹത്തിന് കോൺഗ്രസ് പുറത്തു പോകേണ്ടിയും വരുന്നു. ഇത് തീർച്ചയായിട്ടും പ്രതാപൻ ഈ കാര്യം പറഞ്ഞ് സ്വാഭാവികമായിട്ടും അങ്ങേ അറ്റത്തെ സ്വാഗതാർഹമായ നിലപാടാണ് എന്നും കൂടി പറയാം. ഇന്നിപ്പോൾ സുധീരൻ അത് എടുത്തു പിടിച്ചിരിക്കുന്നത് കുറേ പേരെ മാറ്റണം. KC ജോസഫ് ഉൾപ്പെടെയുള്ളവരെ കുറേ പേരെ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പിൻവലിപ്പിക്കണം. അതിനുവേണ്ടിയുള്ള ഒരു ആയുധമായിട്ടാണ് VM സുധീരൻ ഇത് പ്രയോഗിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് വ്യാഖ്യാനിക്കാം. പക്ഷേ ആത്യന്തികമായിട്ട് VM സുധീരൻ ലക്ഷ്യം കാണുന്നത് ഉമ്മൻചാണ്ടിയെ, രമേശ് ചെന്നിത്തലയെ, ഇവരെയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഒരു പുതിയ ഗവൺമെന്റിന് രൂപം കൊടുക്കുക എന്നത് തന്നെയാണ്. അതിൻ്റെ തന്ത്രങ്ങൾ മെനയുന്നു. പക്ഷേ അതിനെ പ്രതിരോധിക്കാൻ അത് തന്നെയാണ് ഉമ്മൻചാണ്ടിയുടെ ആവശ്യം. ഒരു കാരണവശാലും മുഖ്യമന്ത്രിക്ക് സ്ഥലപ്പെട്ടു കൊടുക്കാൻ ചുരുക്കി പറഞ്ഞുകൊള്ളട്ടെ. അതായത് AI ഗ്രൂപ്പുകൾ സംയുക്ത യോഗം ചേർന്നത് VM സുധീരന്റെ അനാവശ്യ സ്ഥാനാർത്ഥികളെ തുടക്കത്തിൽ തന്നെ തടയുന്നതിനു വേണ്ടി. VM സുധീരൻ ഇന്ന് VS അച്യുതാനന്ദന്റെ കാര്യം എടുത്തിട്ടത് തുടർച്ചയായി മത്സരിച്ച് ജയിക്കുന്ന AI ഗ്രൂപ്പുകളിലെ സ്ഥിരം MLA-മാരെ പ്രതിരോധിക്കണമെന്ന സന്ദേശം കൈമാറുന്നതിന്. അതെ, അതുവഴി ചെറുപ്പക്കാരെ ആകർഷിക്കാൻ. ഇപ്പം മാത്യു കുഴൽനാടൻ നോക്കിക്കേ, അദ്ദേഹത്തിന്റെ നിലപാടെന്താ? ചെറുപ്പക്കാർ കൂടുതൽ പേർ മുന്നോട്ട് വരണം പാർലമെന്ററി രംഗത്തേക്ക്. അങ്ങനെ വരുമ്പോഴേക്ക് പ്രായമായവർ കുറെ മാറി നിന്നാൽ മാത്രമേ അതിന് സാധ്യമാവുകയുള്ളൂ. അങ്ങനെ ഒരു കളമൊരുക്കുക എന്നത് തന്നെയാണ് VM സുധീരന്റെ അജണ്ട. സ്വാഭാവികമായിട്ടും കുറെ പേർ മാറി നിൽക്കുമ്പോൾ, അതായത് ആന്റണി പക്ഷത്തെയും പക്ഷത്തെയും കുറെ ആൾക്കാർ മാറി നിന്നാൽ, ഒരു 10 പേരെങ്കിൽ 10 പേർ, ആ ഒഴിവിലേക്ക് ചെറുപ്പക്കാരെ കൊണ്ടുവരാം എന്നാണ് VM സുധീരൻ കണക്കാക്കുന്നത്. അതിന് തടയിടുക എന്നത് തന്നെയാണ് ഇന്ന് ചേർന്ന KC ജോസഫിന് വേണ്ടി ചേർന്ന യോഗത്തിന്റെ ലക്ഷ്യം. പന്തളം സുധാകരൻ, KC ജോസഫിന്റെ വീട്ടിൽ ചേർന്ന AI ഗ്രൂപ്പുകളുടെ സംയുക്ത യോഗം VM സുധീരൻ പരസ്യമായി പ്രകടിപ്പിക്കുന്ന അഭിപ്രായങ്ങളോട് പ്രതികരിക്കേണ്ട എന്ന നിലപാടും സ്വീകരിച്ചിട്ടുണ്ട്. അല്ലെങ്കിലും VM സുധീരൻ അങ്ങനെ ചെയ്യാമോ? ഗവൺമെന്റിന് അയക്കുന്ന കത്തുകൾ, ഗവൺമെന്റിന് പാർട്ടി പ്രസിഡന്റ് അയക്കുന്ന കത്തുകൾ, അത് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പരസ്യപ്പെടുത്തുന്നത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അത് ഉചിതമായ നടപടിയാണോ? എല്ലാ ഭരണകൂടങ്ങളെയും നിയന്ത്രിക്കുന്ന പാർട്ടിക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ടാകും. അത് ഒരുപക്ഷെ ജനഹിതവുമായി ചേർന്ന് നിൽക്കുന്നതായിരിക്കും. ഇപ്പോൾ നേരത്തെ CPM-ന്റെ മുഖ്യമന്ത്രിയായിരുന്ന VS അച്യുതാനന്ദൻ എടുക്കുന്ന നിലപാടായിരുന്നില്ല അതിലെ ഔദ്യോഗിക പക്ഷം എടുത്തിരുന്ന നിലപാട്, വ്യത്യസ്തമായിരുന്നു. പക്ഷേ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കുന്ന കത്തുകൾ പരസ്യപ്പെടുത്തി കണ്ടിട്ടില്ല. ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇപ്പോൾ പീരുമേട്ടിലെ 1303 ഏക്കർ ഹോപ്പ് എസ്റ്റേറ്റ്, അതുപോലെ തന്നെ നമുക്കറിയാം പോപ്സിൻ്റെ കരുണ എസ്റ്റേറ്റ്, അങ്ങനെ നിരവധി തീരുമാനങ്ങളിൽ ഇപ്പോൾ വിവരാവകാശ കമ്മീഷനിൽ നിന്നും വിജിലൻസിനെ ഒഴിവാക്കിയ നടപടി, ഇങ്ങനെയുള്ള കത്തുകൾ അയക്കുക എന്ന് പറയുമ്പോൾ ഞാൻ മാത്രമാണ് ആദർശവാദി, ഗവൺമെൻറ് എല്ലാം കൊള്ളക്കാരാണ് എന്ന് അദ്ദേഹം പറയുക തന്നെ ചെയ്തിട്ടുണ്ട്. അത് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വെളിപ്പെടുത്തുമ്പോൾ അതിൽ അനുചിതമായി എന്തെങ്കിലും കാണുന്നുണ്ടോ പന്തളം സുധാകരൻ താങ്കൾ? അല്ല, ഇത് നേരത്തെ മാധ്യമങ്ങളിൽ വരികയും മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യുകയും മാധ്യമങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണല്ലോ. കാരണം ഒരു KPCC പ്രസിഡന്റ് മുഖ്യമന്ത്രിക്ക് ഒരു രഹസ്യ അജണ്ടയുടെ പേരിലുള്ള ഒരു കത്തല്ല നൽകിയത്. കേരളത്തിൽ പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിൻ്റെ ഈ കാലഘട്ടത്തിൽ, തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സന്ദർഭത്തിൽ പാർട്ടിക്കും ഗവൺമെന്റിനും അതിൻ്റെ ഇമേജ് ഒരു കോട്ടം തട്ടുന്ന തരത്തിൽ ഒരു തീരുമാനവും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകരുത് എന്ന് ഭരണത്തിന് നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഉത്തരവാദിത്തമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടി എടുത്ത ചില നിലപാടുകൾ KPCC അധ്യക്ഷൻ മുഖ്യമന്ത്രി അറിയിച്ചു. അത് ഫേസ്ബുക്കിൽ കൂടെ പിന്നീടാണല്ലോ വന്നതിന് ശേഷമാണ്. കാര്യം മുഖ്യമന്ത്രിക്ക് അറിയിക്കുന്ന ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു പരസ്യമായ ഡോക്യുമെൻ്റാണ്. അത് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതിൽ തെറ്റ് ഞാൻ കാണുന്നില്ല. പക്ഷേ മുഖ്യമന്ത്രി ഇന്ന് പോലും മാധ്യമങ്ങളോട് പറഞ്ഞത് എന്താണ്? തെറ്റ് ആര് ചൂണ്ടിക്കാണിച്ചാലും അത് തെറ്റാണെങ്കിൽ പരിശോധിച്ച് തിരുത്തുന്നതിനുള്ള ആർജവം മുഖ്യമന്ത്രി എന്നുള്ളത് താൻ കാണിക്കും, തൻ്റെ ഗവൺമെൻറ് കാണിക്കും എന്നാണ്. അതുകൊണ്ട് തന്നെയാണ് മെത്രാൻ കായൽ പോലെയുള്ള പ്രശ്നങ്ങൾ മാധ്യമങ്ങളിലൂടെയും KPCC പ്രസിഡന്റ് നേരിട്ട് KPCC ഞാൻ മനസ്സിലാക്കി
ഉണ്ടാക്കുന്ന KPCC പ്രസിഡന്റ് നേരിട്ട് റവന്യൂ വകുപ്പ് മന്ത്രിയോടും മുഖ്യമന്ത്രിയോടും ആ തീരുമാനം പിൻവലിക്കണം എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടത്, അതുപോലെ പാർട്ടി തന്നെ ആവശ്യപ്പെട്ടത് മുഖ്യമന്ത്രി അടുത്ത ക്യാബിനറ്റിൽ തിരുത്തിയല്ലോ എന്ന് പറഞ്ഞാൽ ഈ ഹോപ്പ് അത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ച് വേണ്ട അനുകൂലമായ, കാരണം തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ തുടർ ഗവൺമെൻറ് വരും എന്ന പൂർണ്ണ വിശ്വാസമാണ് ഞങ്ങൾക്കെല്ലാം ഉള്ളത്. ആ വിശ്വാസം യാഥാർത്ഥ്യമാകണമെങ്കിൽ ലക്ഷക്കണക്കിന് വരുന്ന പ്രവർത്തകർ ഈ ചുട്ടുപൊള്ളുന്ന വെയിലിനെ പോലും അവഗണിച്ചുകൊണ്ട് ചുവരെഴുത്ത് നടത്തുന്ന പ്രവർത്തകർക്ക് ഒരു ആവേശം ഉണ്ടാകണമെങ്കിൽ അഴിമതിയുക്തമായ ഒരു ഗവൺമെന്റാണ് ഈ സംസ്ഥാനം ഭരിക്കുന്നത്. അങ്ങനെയുള്ള മെത്രാൻകായലിന്റെ കാര്യത്തിലായാലും പീരുമേട്ടിലെ 1303 ഏക്കർ ഹോപ്പ് എസ്റ്റേറ്റിന്റെ കാര്യത്തിലായാലും കരുണ എസ്റ്റേറ്റിന്റെ കാര്യത്തിലായാലും കേരളത്തിലെ വലിയ തോതിലുള്ള സർക്കാർ ഭൂമി അന്യാധീനപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള നീക്കമാണ് നടത്തുന്നത്. വലിയ തോതിൽ ഭൂമിയുടെ ഘടന മാറ്റുന്നതിനുള്ള നീക്കമാണ് നടത്തുന്നത്. അത് അവസാന ക്യാബിനറ്റ് യോഗത്തിൽ ഔട്ട് ഓഫ് അജണ്ടയായി വരികയാണ് ചെയ്യുന്നത്. ഈ കൊള്ളക്ക് ഇനിയും കൂട്ടുനിൽക്കാനാകില്ല എന്നാണ് ഇത് സംബന്ധിച്ച് VM സുധീരൻ പ്രതികരിച്ചിട്ടുള്ളത്. അങ്ങനെ ഇത് ഗവൺമെൻറ്റും സർക്കാരും തമ്മിലുള്ള സംഘർഷമാണ്. അവസാന കാലഘട്ടത്തിൽ കടും വെട്ട് നടത്തി രക്ഷപ്പെട്ടു പോകാനുള്ള മന്ത്രിമാരുടെ ശ്രമം, മന്ത്രിസഭയുടെ ആകെ തന്നെയുള്ള ശ്രമം, അതിന് ഞാൻ വിലങ്ങ് തടിയാണ് എന്ന പ്രഖ്യാപനമാണിത്. ഇതൊരു പ്രസിഡന്റ് മുഖ്യമന്ത്രിക്ക് അയക്കുന്ന സാധാരണ കത്തല്ല, കൊള്ളക്ക് കൂട്ടുനിൽക്കാൻ അനുവദിക്കില്ല എന്ന വെളിപ്പെടുത്തലാണ്. അത് തെരഞ്ഞെടുപ്പ് കാലത്ത് വരുന്നതിനെയാണ് ഐ ഗ്രൂപ്പുകളുടെ KC ജോസഫിൻ്റെ വസതിയിൽ ചേർന്ന സംയുക്ത ഗ്രൂപ്പ് യോഗം തടയിടണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിനെതിരെയാണ് എന്നാൽ പിന്നെ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ നിലപാട് ശ്രീ VM സുധീരൻ പരസ്യപ്പെടുത്തുന്നത്. അപ്പോഴാണ് ഇതൊരു സംഘർഷമായി മാറുന്നത്. ഒരാൾ മാത്രം സത്യസന്ധൻ, ബാക്കിയുള്ളവരെല്ലാവരും കൊള്ളക്കാർ. അല്ല, ഇതിൽ സംഘർഷത്തിൻ്റെ ആവശ്യമില്ല. ഈ കത്തിൽ പറയുന്ന കാര്യങ്ങൾ ഞങ്ങളുടെ ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ KPCC നേതൃസമിതിയിൽ നേതൃയോഗത്തിൽ എല്ലാവരും പ്രസംഗിക്കുകയും അഭിപ്രായ പ്രകടനം നടത്തുകയും മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ തന്നെ KPCC പ്രസിഡന്റ് പറയുകയും ചെയ്ത കാര്യമാണ്. അത് അക്ഷരം ഒരു വള്ളി പുള്ളി വിടാതെ തന്നെ മാധ്യമങ്ങളിൽ വരികയും ചെയ്തിട്ടുള്ളതാണല്ലോ. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഏതെങ്കിലും മന്ത്രിമാരുടെ വസതിയിൽ യോഗം കൂടുന്നു, അതൊരു ഗ്രൂപ്പ് യോഗമാണ്, അതൊരു സംഘർഷത്തിൻ്റെ തുടക്കമാണ് എന്നൊക്കെ നമ്മൾ വഴിതിരിച്ചു വിടുന്നത് ശരിയല്ല. മുഖ്യമന്ത്രി എന്തായാലും അദ്ദേഹം അത് ശരിയുണ്ടോ തെറ്റുണ്ടോ എന്ന് പരിശോധിച്ച് നടപടിയെടുത്തു. ഇന്ന് തന്നെ സ്പെഷ്യൽ ക്യാബിനറ്റ് കാര്യം, ഇന്നിപ്പോൾ കുടിവെള്ളം എത്തിക്കുന്നതിന് ഇലക്ഷൻ കമ്മീഷൻ തടസ്സം നിൽക്കുന്നു എന്നൊരു റിപ്പോർട്ട് വന്നതിനെ തുടർന്ന് ശക്തമായ നടപടി. കാരണം ഈ പ്രകൃതിക്ഷോഭം ദുരന്തമൊക്കെ യാദൃച്ഛികമായിട്ടുണ്ടാകുന്നതാണ്. അതൊരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചട്ടം പറഞ്ഞുകൊണ്ട് ജനങ്ങളെ സഹായിക്കാതിരിക്കാൻ ഒരു ജനാധിപത്യ ഗവൺമെൻറ് കഴിയില്ല. അതുകൊണ്ട് അതിനെ മറികടന്നുകൊണ്ട് അത് കുടിനീരെത്തിക്കുവാൻ അല്ലെങ്കിൽ അതുപോലുള്ള സാഹചര്യങ്ങൾ മറികടക്കാനുള്ള നടപടി സ്വീകരിക്കുവാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വരെ വേണമെങ്കിൽ സമീപിക്കും എന്നുള്ള ഒരു താല്പര്യമാണ്, ജനങ്ങളുള്ള താല്പര്യമാണ് ഉമ്മൻചാണ്ടി സർക്കാർ പ്രകടിപ്പിച്ചിട്ടുള്ളത് എന്ന് പറയുന്നത് പോലെ ഈ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾ KC ജോസഫിന്റെ വീട്ടിലാണ് ഇന്ന് AI ഗ്രൂപ്പുകളുടെ സംയുക്ത യോഗം നടത്തുന്നത്. KC ജോസഫാണ് ഇതിൻ്റെ ഒരു പ്രതീകം എന്ന് പറയുന്നത്. KC ജോസഫും ഉമ്മൻചാണ്ടിയും അല്ലെങ്കിൽ KC ജോസഫും ആര്യാടൻ മുഹമ്മദും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, ഉമ്മൻചാണ്ടി സ്വന്തം മണ്ഡലത്തിലാണ് തുടർച്ചയായി പ്രതിനിധീകരിച്ചുകൊണ്ടിരിക്കുന്നത്, ആര്യാടൻ മുഹമ്മദ് സ്വന്തം മണ്ഡലത്തിലാണ് തുടർച്ചയായി പ്രതിനിധീകരിച്ചുകൊണ്ടിരിക്കുന്നത്. കോട്ടയംകാരനായ KC ജോസഫ് കണ്ണൂർ ജില്ലയിലെ ഇരിക്കൂറിൽ പോയിട്ടാണ് അവിടെ നിയമസഭയിൽ മത്സരിക്കുന്നത്. കഴിഞ്ഞ 30 വർഷമായി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് പോലും ചെയ്യാതെയാണ് MLA ആയി KC ജോസഫ് തിരഞ്ഞെടുക്കപ്പെടുന്നത് എന്നാണ് താങ്കളെപ്പോലുള്ള യുവാക്കൾ ആക്ഷേപിക്കുന്നത്. അപ്പോഴാണ് KC ജോസഫിൻ്റെ ഇതിൽ പ്രതീകമായ, ഒരിക്കലും മാറിക്കൊടുക്കില്ല എന്ന് പറഞ്ഞ് തുടർച്ചയായി മത്സരിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെ ചൂണ്ടിക്കാണിക്കാനുണ്ടെങ്കിൽ അത് KC ജോസഫാണ്. അതിൻ്റെ പ്രതീകം KC ജോസഫാണ്. ആ KC ജോസഫിൻ്റെ വീട്ടിലാണ് യോഗം. എന്നിട്ട് തീരുമാനിച്ചിരിക്കുന്നു ചില സീറ്റുകളിൽ ഒഴികെ സിറ്റിംഗ് MLA മാർക്ക് സീറ്റ് ഉറപ്പാക്കണം എന്നാണ്. അപ്പോൾ ഈ TN പ്രതാപൻ്റെ തീരുമാനം, അതിന് VM സുധീരൻ്റെ പിന്തുണ, അഭിനന്ദനം, ഇതൊക്കെ തന്നെയും പ്രാബല്യത്തിൽ വരും എന്ന് വിശ്വസിക്കുന്നുണ്ടോ, പ്രത്യേകിച്ച് ഇന്നത്തെ AI ഗ്രൂപ്പുകളുടെ സംയുക്ത യോഗത്തോടെ? ഈ വിഷയത്തിൽ എനിക്ക് തോന്നുന്നു കോൺഗ്രസ്സിലെ ഒരു സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ പ്രക്രിയ നമ്മൾ ഒന്ന് അടുത്ത് മനസ്സിലാക്കിയാൽ ഈ ഇതുപോലുള്ള ആശങ്കകളും അല്ലെങ്കിൽ ഇതുപോലുള്ള അഭ്യൂഹങ്ങളും അസ്ഥാനത്താണെന്ന് മനസ്സിലാക്കാൻ കഴിയും. കാരണം AICC പ്രസിഡന്റ് അടക്കമുള്ള സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റിയിൽ CECയിൽ ഇവിടെ നിന്നും KPCC അധ്യക്ഷനും CLP ലീഡർ എന്ന നിലയ്ക്ക് മുഖ്യമന്ത്രിയും
പിന്നെ മുതിർന്ന നേതാവ് എന്ന നിലയിൽ രമേശ് ചെന്നിത്തല അടക്കമുള്ള അവർ പങ്കെടുക്കുമ്പോൾ ആ സമയത്തുണ്ടാകുന്ന ഒരു കോമൺ ഡിസ്കഷനിൽ മാത്രമേ ഒരു കാൻഡിഡേറ്റ് അല്ലെങ്കിൽ ഫൈനലൈസ് ചെയ്യപ്പെടുന്നുള്ളൂ. ഇനിയിപ്പോൾ ഒരു കോമൺ നോംസ് വരികയാണ്, സിറ്റിംഗ് MLA-മാർക്ക് സീറ്റ് കൊടുക്കാൻ തീരുമാനിച്ചാൽ ദാറ്റ് ഈസ് സംതിങ് ഡിഫറെൻറ്റ്. പക്ഷേ അതല്ലാത്ത പക്ഷം ഒരു കാൻഡിഡേറ്റിനെ സംബന്ധിച്ച് അതല്ലാണ്ട് ആരുടെയെങ്കിലും സ്ഥാനാർത്ഥികളെ പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ പരിശ്രമിക്കുക, അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് ധരിക്കുക, അങ്ങനെയൊന്നും കോൺഗ്രസ്സിലൊരു നേതാക്കന്മാരെ ശ്രമിക്കില്ല. പക്ഷേ സ്വാഭാവികമായിട്ടും അതിൻ്റെ അകത്ത് താല്പര്യമുള്ള പേരുകൾ പുഷ് ചെയ്യാനോ താല്പര്യമുള്ള പേരുകൾക്ക് അനുകൂലമായി പറയാനോ ഒക്കെ കഴിയും. അല്ലെങ്കിൽ അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്, അങ്ങനെയൊക്കെ ചെയ്യുന്നുമുണ്ട്. അതൊന്നും ആരും നിഷേധിക്കുന്നില്ല, അങ്ങനെയൊക്കെ സംഭവിക്കുന്ന കാര്യം തന്നെയാണ്. പക്ഷേ സ്വാഭാവികമായിട്ടും KPCC അധ്യക്ഷൻ ആ കമ്മിറ്റിയിലുള്ളപ്പോൾ അദ്ദേഹത്തിൻ്റെ താല്പര്യങ്ങളെ പൂർണ്ണമായിട്ടും രണ്ടുപേർ ചേർന്ന് അതൊക്കെ വെറും ഇതുപോലുള്ള ചർച്ചകളിൽ പറഞ്ഞു പോകാൻ പറ്റുന്ന അല്ലെങ്കിൽ വരെ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിസ്ഥാനമില്ലാത്ത ചില ആർഗ്യുമെൻറ്റ്സ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ സാധ്യമല്ല. അങ്ങനെ സാധ്യമാകുമെന്ന് കോൺഗ്രസിലെ നേതാക്കന്മാർ ചിന്തിക്കുമെന്നും ഞാൻ കരുതുന്നില്ല. കാരണം അതിൻ്റെ ഒരു പ്രോസസ്സ് അങ്ങനത്തെയാണ്. കാരണം അവർക്ക് എല്ലാവർക്കും ഈക്വൽ സേ ഉള്ള ഒരു കമ്മിറ്റിയിൽ ഇരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരാളുടെ പേരിൽ അങ്ങനെ കഴിയില്ല. സ്വാഭാവികമായിട്ടും അതുകൊണ്ട് എനിക്ക് അതിനോട് നികേഷ് പറഞ്ഞ ആ വാദത്തോട് എനിക്ക് യോജിപ്പില്ല. പിന്നെ ആശയവിനിമയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാകാം, നേതാക്കന്മാർ തമ്മിൽ കൂടിയാലോചിച്ചിട്ടുണ്ടാകാം, നേതാക്കന്മാർ തമ്മിൽ ചില കാര്യങ്ങളിൽ കൺസെൻസ് ഉണ്ടായിട്ടുണ്ടാകാം. അതൊക്കെ ഒരു രാഷ്ട്രീയ പാർട്ടിയിലെ സ്വാഭാവിക പ്രക്രിയയാണ്. അതിൽ അസ്വാഭാവികത കണ്ടെത്താനോ അടിച്ചേൽപ്പിക്കാനോ ശ്രമിച്ചാൽ ദാറ്റ് ഇസ് അപ് ടു യു എന്ന് എനിക്ക് പറയാനുള്ളൂ. ശ്രീ ജേക്കബ് ജോർജ്, സുധീരൻ സ്വന്തം നിലക്ക് സീറ്റുകൾ കൈവശപ്പെടുത്തുന്നത് ഒഴിവാക്കണം. അടുത്ത പാർലമെന്ററി പാർട്ടി യോഗത്തിൽ നേരിട്ട് AI മത്സരം മതി, സുധീരൻ റോളെടുക്കേണ്ട, ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൽ കളിച്ചവർക്കല്ലാതെ രക്ഷയില്ല എന്ന സന്ദേശം നൽകുകയായിരിക്കുമോ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലെയും സ്ഥാനാർത്ഥി നിർണയത്തിലൂടെ കോൺഗ്രസ് KPCC തെളിയിക്കാൻ പോകുന്നത്? അല്ല, KPCCക്ക് ഒരു സേ ഉണ്ടാവും. തന്നെയല്ല, KPCCക്ക് ഹൈക്കമാൻഡിൻ്റെ ഒരു പിൻബലമുണ്ട്. സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു പിൻബലത്തിൽ തന്നെയാവണം സുധീരൻ ഇങ്ങനെ ഒരു നീക്കം നടത്തുന്നത്. അതിൻ്റെ അപ്പുറത്തേക്ക് ആദർശം സുധീരൻ്റെ കൂടെയാണ്. ആ ഒരു ബലം എപ്പോഴും, ശരിക്കും പറഞ്ഞാൽ നികേഷ് മുമ്പേ ചോദിച്ച ചോദ്യം അതിനൊരു വലിയ പ്രസക്തിയുണ്ട്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ മാത്യു കുഴൽനാടനൊക്കെ കൂടുതൽ സീറ്റുകൾക്ക് വേണ്ടി ചോദിക്കുമ്പോൾ ഒരു കാര്യം കൂടി ഞാൻ ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുന്നു നികേഷ്. അതായത് ഈ ആദർശത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന നമ്മുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരുണ്ടല്ലോ, AK ആന്റണി, BM സുധീരൻ. ഇപ്പോൾ AK ആന്റണിയും BM സുധീരനും കരുണാകരനെ വലിയ തിന്മയുടെ ഒരു പ്രതീകമായിട്ട് അങ്ങോട്ട് അവതരിപ്പിച്ചു. ഞങ്ങളൊക്കെ അതിനകത്ത് വീണുപോയവരാണ്. കരുണാകരനാണ് ദുഷ്ട കഥാപാത്രം. അപ്പം കരുണാകരനെ എതിരെ എഴുതുക എന്നുള്ളത് ഞങ്ങളുടെയൊക്കെ ഒരു വലിയ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമായിരുന്നു. ഇപ്പോൾ VS അച്യുതാനന്ദൻ, പിണറായി വിജയൻ കൊള്ളരുതാത്തവൻ, ലാവ്ലിംഗ് കേസ്, അതിൻ്റെ പേരിൽ അദ്ദേഹം ഓവർ ടൈം പണിയെടുത്തു. അപ്പം പിണറായി വിജയൻ ഒരു ദുഷ്ട കഥാപാത്രമായിട്ട് അവതരിപ്പിക്കപ്പെട്ടു. അതിൻ്റെ പിന്നിൽ ഒരു പരിശുദ്ധ വേഷം കിട്ടുകയാണ് VS അച്യുതാനന്ദൻ. എന്നിട്ട് ഈ ഒരു വിശുദ്ധ കപട വേഷത്തിൻ്റെ പേരിൽ ഇവർ സ്ഥാനമാനങ്ങൾ നേടിക്കൊണ്ടിരിക്കുക. ഒരിക്കലും അന്തമില്ലാത്ത തരത്തിൽ ഇപ്പോൾ AK ആന്റണി രാജ്യസഭയിൽ, അതിന് പകരം അദ്ദേഹം ഇത്രയും കാലം ഇതൊക്കെ അനുഭവിച്ചതല്ലേ. ഒരു ഡീൻ കുര്യാക്കോസിനോ മാത്യു കുഴൽനാടനോ ഒക്കെ ആ രാജ്യസഭാ സീറ്റ് കൊടുത്തിരുന്നെങ്കിൽ ചെറുപ്പക്കാർ അവർ എന്തെല്ലാം പുതിയ കാര്യങ്ങളൊക്കെ പഠിച്ച് വലിയൊരു പെർഫോമർമാരായിട്ട് മാറുകയായിരുന്നില്ലേ. തന്നെയല്ല, പക്ഷേ ഇവരെയൊക്കെ തന്നെയും പാർട്ടിക്കും ആവശ്യമല്ലേ ശ്രീ ജേക്കബ് ജോർജ്? ഇപ്പോൾ മാത്യു കുഴൽനാടനോ ഡീൻ കുര്യാക്കോസോ ദില്ലിയിൽ പോയി രാജ്യസഭയിൽ ഇരിക്കുന്നതിനേക്കാൾ സംഭാവന പാർട്ടിക്ക് AK ആന്റണിക്ക് നൽകാൻ കഴിയും. VS അച്യുതാനന്ദനെ സംബന്ധിച്ചിടത്തോളം 93-ാമത്തെ വയസ്സിൽ അദ്ദേഹം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ മലമ്പുഴ എന്ന സീറ്റല്ല CPM നോക്കുന്നത്, പകരം കേരളമാകമാനം ഒരു വികാരമാണ്. VS അച്യുതാനന്ദനാണ് ഞങ്ങളെ നയിക്കാൻ പോകുന്നത് എന്ന തോന്നലാണ്. ഈ AK ആന്റണിയെ സംബന്ധിച്ചിടത്തോളം, VS അച്യുതാനന്ദനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ടിയല്ല അവർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്, പാർട്ടിക്ക് വേണ്ടിയാണ്. നികേഷ്, AK ആന്റണി നമ്മൾ ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റിന് വേണ്ടി ഞാൻ പറയുകയാണ്. ഈ രാജ്യസഭയിൽ ഇത്രയും കാലം അദ്ദേഹം അംഗമായിരുന്നു, ലോക്സഭയിൽ അംഗമായിരുന്നു. അദ്ദേഹം രാജ്യസഭയിൽ ശ്രദ്ധേയമായി ഒരു പ്രസംഗം നടത്തിയതായിട്ട് നികേഷ് പത്രത്തിൽ വായിച്ചിട്ടുണ്ടോ? വയലാർ രവി കേരളത്തിന് വേണ്ടി അല്ലെങ്കിൽ വളരെ അർത്ഥമുള്ള ഒരു വീക്ഷണത്തോടു കൂടിയ ഒരു പ്രസംഗമോ ഒരു പ്രസ്താവനയോ ഒരു നടപടിയോ സ്വീകരിച്ചതായിട്ട് വായിച്ചിട്ടുണ്ടോ? VS അച്യുതാനന്ദൻ കേരളത്തിൽ ഒരു നല്ല പ്രതിപക്ഷ നേതാവായിരുന്നു. അദ്ദേഹം കേരളത്തിലെ ഏറ്റവും മികച്ച മുഖ്യമന്ത്രിയായിരുന്നു എന്ന് പറയാൻ നമ്മളെ കൊണ്ട് ആരെ കൊണ്ട് പറ്റും? എന്നെ കൊണ്ട് അതിലും പറ്റത്തില്ല. അപ്പോൾ ഈ 94-ാമത്തെ വയസ്സിൽ VS അച്യുതാനന്ദൻ മത്സരിക്കുന്നത്
ആദർശത്തിൽ അദ്ദേഹം നടത്തിയ ഇൻവെസ്റ്റ്മെന്റിന്റെ ബലത്തിലാണ്. അപ്പോൾ ഇതും ഒരു അഴിമതിയാണ്. ആദർശത്തിന്റെ പേരിൽ ഇങ്ങനെ വലിയ ഉടുപ്പൊക്കെ തേച്ചു പിടിക്ക് നടത്തുന്നത് ഈ സ്ഥാനമാനങ്ങൾ നേടുക എന്ന അഴിമതിക്ക് വേണ്ടിയാണ്. ഇത് അഴിമതിയാണ്. അത് ഞാൻ റെക്കോർഡ് ചെയ്തിരിക്കുന്നു. താങ്കളുടെ അഭിപ്രായം. ഞാൻ വീണ്ടും നമ്മുടെ കക്ഷി രാഷ്ട്രീയ വിഷയത്തിലേക്ക് വരികയാണ്. അതും ഒരു അഴിമതിയാണ്. ജേക്കബ് ജോർജ്, ജനരക്ഷാ യാത്രയിലൂടെ TN പ്രതാപനെ പോലെ KP അനിൽകുമാർക്ക് അതിനു മുമ്പ് VM സുധീരൻ്റെ ഗ്രൂപ്പിലേക്ക് വന്നിട്ടുള്ളതാണ്. TN പ്രതാപനും അതിനു മുമ്പ് വന്നിട്ടുള്ളതാണ്. പക്ഷേ Aയിൽ നിന്നും Iയിൽ നിന്നും കുറേ എണ്ണത്തെ പിഴുതെടുത്ത് VM സുധീരൻ നടത്തിയ യാത്രയായിരുന്നു ജനരക്ഷാ യാത്ര. അവരെല്ലാം തന്നെയും ഇപ്പോൾ സീറ്റ് കാത്തു നിൽക്കുകയായിരിക്കും. അവർക്ക് സീറ്റ് നൽകാൻ കഴിയുന്ന സാഹചര്യം ഇന്ന് VM സുധീരൻ ഉണ്ടോ? VM സുധീരനെ സംബന്ധിച്ചിടത്തോളം ഒരു 10-15 സീറ്റുകളെങ്കിലും താൻ ഇപ്പോൾ സ്വരൂപിച്ചുകൊണ്ടിരിക്കുന്ന ആ ഗ്രൂപ്പിൽ നൽകാൻ കഴിയും എന്ന വിശ്വാസമുണ്ടോ? അത് പ്രതിരോധിക്കുന്നതിന് വേണ്ടിയല്ല ഇന്ന് KC ജോസഫിൻ്റെ വീട്ടിൽ ചേർന്നിട്ടുള്ളത്. ഇവരെല്ലാം അടക്കം പറയുന്നത് ഞങ്ങൾ ഒറ്റ സ്ഥാനാർത്ഥിയായിരിക്കും ഒരു മണ്ഡലത്തിൽ വരിക. Aയും Iയും ഒരു സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചു കഴിഞ്ഞാൽ പിന്നെ VM സുധീരൻ എന്ത് സാധ്യതയാണ് ഇനി ലിസ്റ്റിൽ ഉണ്ടാവുക? ശരിയാണ്, KPCC അധ്യക്ഷൻ എന്നുള്ള നിലയിൽ VM സുധീരൻ്റെ സേ അനുവദിച്ചിട്ടുണ്ടാവും AICC. പക്ഷേ ഒരു സീറ്റിൽ ഒരു സ്ഥാനാർത്ഥിയായി Aയും Iയും അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ VM സുധീരൻ്റെ സേക്ക് എന്ത് വില? അതുതന്നെയാണ് ശരിക്കും നടക്കാൻ പോകുന്നത്. കാരണം കേരളത്തിലെ കോൺഗ്രസ്സുകാരുടെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ MLA-മാരുടെ എണ്ണം നോക്കിയാൽ പോലും Iയും Aയും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നല്ലൊരു പങ്കുമായി കഴിയും. പിന്നെ TN പ്രതാപനെ പോലെ ഒരു ഒറ്റപ്പെട്ട കുറേ MLA-മാർ മാത്രമേ ഉള്ളൂ VM സുധീരൻ്റെ കൂടെ. ഇനിയും മറിച്ച് ഇതിൻ്റെ ഇപ്പം സിറ്റിംഗ് MLA-മാർക്കെല്ലാം സീറ്റ് കൊടുക്കുക. ഇപ്പം സുധീരൻ്റെ കണക്കനുസരിച്ച് പ്രായമേറെ ചെന്നവരെ കുറേ പേര് മാറ്റിയാൽ പോലും അല്ലെങ്കിൽ പലതവണ മത്സരിച്ചവരെ മാറ്റിയാൽ പോലും അത് എണ്ണപ്പെട്ട സീറ്റുകളെ ഉണ്ടാവൂ. അത് തന്നെ പ്രയാസമായിരിക്കും. സ്വാഭാവികമായിട്ടും സുധീരൻ കണക്ക് കൂട്ടുന്നത് പോലെ ഒരു 10-15 സീറ്റെങ്കിലും കൈവരിക്കാൻ ഇതേപോലെ ഉദാഹരണത്തിന് നമ്മുടെ നിലമ്പൂർ ആര്യാടൻ മുഹമ്മദിൻ്റെ മകൻ ഷൗക്കത്ത് ആര്യാടനാണ് ഒരു വശത്ത് സ്ഥാനാർത്ഥിയാകാൻ ഉദ്ദേശിക്കുന്നത്. അവിടെ തന്നെ VV പ്രകാശനും ഉണ്ട്. അപ്പോൾ പ്രകാശനെ ആണ് സുധീരൻ പിന്താങ്ങുന്നത്. അത് സുധീരൻ മാത്രമാണ് അദ്ദേഹത്തെ പിന്താങ്ങുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങേപ്പുറത്ത് ഉമ്മൻചാണ്ടിയും രമേശും ഒന്നിച്ച് ഷൗക്കത്തിന് വേണ്ടി വാദിക്കും. ഷൗക്കത്താണെങ്കിൽ മുനിസിപ്പൽ ചെയർമാൻ എന്ന നിലയ്ക്ക് വളരെയധികം ഔട്ട് ഓഫ് ദ ബോക്സ് പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ആളും കൂടിയാണ്. ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റായിരുന്നു, പിന്നീട് മുനിസിപ്പൽ ചെയർമാനായിരുന്നു. അങ്ങനെ ഒരു ട്രാക്ക് റെക്കോർഡ് ഷൗക്കത്തിനുണ്ട്. അപ്പോൾ ഇതൊക്കെ നോക്കുമ്പോഴത്തേക്ക് അപ്പോഴിവിടെ ആന്റണി എന്ത് തീരുമാനം എടുക്കും അതുകൂടി ഉണ്ട്. AK ആന്റണി ഒരു ഹൈക്കമാൻഡായിട്ട് നിൽക്കുന്നുണ്ട്. ആന്റണിയോട് ഉപദേശം ചോദിക്കുമ്പോൾ ആന്റണി എന്ത് നിലപാടെടുക്കും, ആ ഒരു വിഷയം കൂടിയുണ്ട്. ഇതെല്ലാം കൂടി നോക്കുമ്പോഴത്തേക്ക് പൂർണ്ണമായിട്ടും സുധീരനെ നിരാകരിക്കാനാവില്ല. എങ്കിലും സുധീരൻ പറയുന്നത് പോലെയുള്ള അത്ര നേട്ടം ഉണ്ടാക്കാൻ കഴിയില്ല. എന്തൊക്കെയാണെങ്കിലും പൂർത്തിയാകുമെന്നും മാർച്ച് അവസാന വാരത്തിലോ അല്ലെങ്കിൽ ഏപ്രിൽ ആദ്യ വാരത്തിലോ അന്തിമ ലിസ്റ്റ് പുറപ്പെടുവിക്കാൻ കഴിയുമെന്നാണ് VM സുധീരൻ ഇന്ന് പറഞ്ഞത്. സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിർണയമാണ് അതിൻ്റെ ഒരു അട്രാക്ഷൻ, ഒരു കലാപരിപാടി, നല്ലൊരു കലാപരിപാടി എന്ന് പറയുന്നത്. അത് നിങ്ങൾ തുടങ്ങിയിട്ട് പോലുമില്ല. ഈ മാസം അവസാനിക്കാറായിരിക്കുന്നു. ഇനിയിപ്പോൾ ഒരാഴ്ചയോ അല്പം കൂടിയാൽ 10 ദിവസമോ ഒക്കെ ഉള്ളൂ ഈ പറയുന്ന ഈ പ്രക്രിയ പൂർണ്ണമാക്കുന്നതിന് വേണ്ടി. ഈ ഷെഡ്യൂളിൽ ഇപ്പോൾ ശ്രീ VM സുധീരൻ പ്രഖ്യാപിച്ച ഷെഡ്യൂളിൽ അത് അവസാനിപ്പിക്കാനാകും. അങ്ങനെ ഏപ്രിൽ ആദ്യവാരത്തിൽ സ്ഥാനാർത്ഥി നിർണയം പ്രഖ്യാപിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ ശ്രീ പന്തളം സുധാകരൻ? 100%. കാരണം ശ്രീ നികേഷിന് തന്നെ അറിയാമല്ലോ, മുൻകാല തെരഞ്ഞെടുപ്പുകളുള്ള ചരിത്രം പരിശോധിച്ചാൽ ഇത് വളരെ വളരെ 60 ദിവസം അല്ലെങ്കിൽ ഇപ്പോൾ 60 ദിവസം ഇല്ലെങ്കിലും എത്രയോ മാസങ്ങൾ തന്നെ ഒരു പക്ഷേ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും മുമ്പിലുള്ള സന്ദർഭമാണ്. ഇവിടെ സ്ഥാനാർത്ഥി നിർണയം ഞങ്ങൾ എന്നേ ആരംഭിച്ചു. അതായത് ജില്ലാ തലത്തിൽ KPCCയുടെ ഭാരവാഹികളും ജില്ലാ നേതാക്കന്മാരും സമാഹരിച്ച ഒരു ലിസ്റ്റ്, അവിടെ ചർച്ച ചെയ്ത് സമാഹരിച്ച ഒരു ലിസ്റ്റാണ് KPCC ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത്. ആ ലിസ്റ്റ് ഒന്നുകൂടെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് സമിതിയിൽ ഇപ്പോൾ രണ്ടാമത്തെ തെരഞ്ഞെടുപ്പ് 19-ാം തീയതി കൂടി, ഇന്നും തെരഞ്ഞെടുപ്പ് സമിതി കൂടി. ആ സമിതിയുടെ ഒരു വികാരമാണ് 26-ാം തീയതി കൂടി ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ഒരു ലിസ്റ്റ് സമർപ്പിക്കുക. ഈ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഒരു തെറ്റിദ്ധാരണയും വേണ്ട. ഒരു പേരെന്നോ അല്ലെങ്കിൽ 2 പേരോ എന്നുള്ളതല്ല.
ആരൊക്കെ ഇന്ന് ആ തെരഞ്ഞെടുപ്പ് സമിതി മെമ്പർമാർ ഏത് പേര് നിർദ്ദേശിച്ചാലും ആ പേര് തെരഞ്ഞെടുപ്പ് സ്ക്രീനിംഗ് കമ്മിറ്റിയുണ്ട്. സ്ക്രീനിംഗ് കമ്മിറ്റിയും പരിശോധിച്ചതിന് ശേഷമാണ് അത് ചീഫ് ഇലക്ഷൻ കമ്മിറ്റിയുടെ മുമ്പിൽ ഹൈക്കമാൻഡ് പാർലമെന്ററി ബോർഡിന്റെ മുമ്പിൽ എത്തുന്നത്. അപ്പോൾ എത്ര കടമ്പകൾ കടക്കണം, എത്ര പരിശോധന നടത്തണം. അപ്പോൾ പക്ഷേ തെരഞ്ഞെടുപ്പ് സമിതിയിലെ ഒരംഗം ഒരു പേര് നിർദ്ദേശിച്ചാൽ ആ പേരും സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ മുമ്പിൽ എത്തിക്കും എന്ന് ശ്രീ മുഗൾ വാസനിക്ക് AICC ജനറൽ സെക്രട്ടറി തന്നെയാണ് ഇന്ന് ഇലക്ഷൻ കമ്മിറ്റിയിൽ പറഞ്ഞത്. അതിൽ ആർക്കും ഒരു തർക്കമില്ല. അതുകൊണ്ട് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞ് ഒരു ഒറ്റ പേരുമായിട്ട് പോവുക എന്നുള്ളതല്ല. കാരണം സ്വാഭാവികമായിട്ടും ചില മണ്ഡലങ്ങളിൽ ഒറ്റ പേരിൽ കൂടുതൽ വരാൻ ഒരു സാധ്യതയില്ല. ഞാൻ തുറന്നു പറയട്ടെ, ശ്രീ ഉമ്മൻചാണ്ടി ഞങ്ങളുടെ ഈ UDFന്റെ സ്റ്റാർ ക്യാമ്പയിനർ, UDFന് നേതൃത്വം നൽകുന്ന നേതാവ്, അദ്ദേഹം മത്സരിക്കുന്ന ഒരു സീറ്റിൽ മറ്റൊരാളുടെ പേര് ആര് വിടും എന്നെനിക്ക് തോന്നുന്നില്ല. എന്ന് പറയുന്ന പോലെ ഞങ്ങളുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ മണ്ഡലങ്ങളിലൊന്നും ഒരു തർക്കവും ഉണ്ടാകുകയില്ല. ഒന്നോ രണ്ടിലധികമോ പേരുണ്ടാകാൻ സാധ്യതയില്ല. പിന്നെ ഇന്ന് ചില നോംസുകളെ കുറിച്ചൊക്കെ ചർച്ച വന്നിട്ടുണ്ട്. ആ നോംസിൻ്റെ കാര്യങ്ങളൊക്കെ പിന്നീട് തീർച്ചയായും ഈ മൂന്നംഗ നേതാക്കന്മാരും മറ്റ് മുതിർന്ന നേതാക്കന്മാരും ഒക്കെ ആശയവിനിമയം നടത്തി തീരുമാനിക്കും. അതിനിടയിലാണ് KPC പ്രസിഡന്റ് ശ്രീ പ്രതാപൻ ഇങ്ങനെ തനിക്കിനിയും ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ താല്പര്യമില്ലെന്നും തന്നെ തെരഞ്ഞെടുപ്പ് ഈ സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്നും ഒഴിവാക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരു കത്ത് തന്നെ നൽകിയത്. അതേ സമയത്ത് തന്നെ ശ്രീ ആര്യാട മുഹമ്മദ് ഇന്ന് പറഞ്ഞു, ഇതിനു മുമ്പുള്ള രണ്ട് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഞാനും ഇതുപോലെയുള്ള തെരഞ്ഞെടുപ്പ് സമിതിയിൽ ആവശ്യപ്പെട്ടതാണ് ഞാൻ ഇനി മത്സരിക്കാൻ താല്പര്യമില്ല എന്ന്. പക്ഷേ അദ്ദേഹം വീണ്ടും മത്സരിക്കാനുള്ള സാഹചര്യമുണ്ടായത് അവിടുത്തെ ഒരു ഭിന്നബിലിറ്റി ഉള്ള സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ തീർച്ചയായും നിലമ്പൂർ പോലെയുള്ള ഒരു പ്രദേശത്ത് കർഷകരും കർഷക തൊഴിലാളികളുമൊക്കെ ഉള്ള ഒരു പ്രദേശത്ത് ആ നിയോജകമണ്ഡലം പിരിച്ചെടുക്കണമെങ്കിൽ തീർച്ചയായും ആര്യാടനെ പോലെയുള്ള ഒരു ഹെവി വെയിറ്റ് നേതാവ് തന്നെ ഇവിടെ മൂന്നംഗ സമിതി എന്ന് പറയുമ്പോൾ ഈ മൂന്നംഗ സമിതിയാണ് പാർലമെന്ററി ബോർഡിന് അന്തിമ ലിസ്റ്റ് സമർപ്പിക്കേണ്ടത്. ഈ മൂന്നംഗ സമിതി VM സുധീരൻ, KPCC അധ്യക്ഷൻ, പിന്നെ 2 ഗ്രൂപ്പ് നേതാക്കളാണ്. AK ആന്റണി തന്നെ പറഞ്ഞിട്ടുണ്ട്, ചിഹ്നം നോക്കി വോട്ട് ചെയ്യുന്ന പതിവ് ഇനിയില്ല, സ്ഥാനാർത്ഥികൾ വളരെ പ്രധാനപ്പെട്ടതാണ്, അരുവിക്കര നമുക്ക് പാഠമാകണം, അവിടെ ശബരിനാഥിൻ്റെ സ്ഥാനാർത്ഥിത്വം വോട്ടർമാരിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സ്പെഷ്യൽ എഫക്റ്റ് ആ രീതിയിലായിരിക്കണമെന്ന് എല്ലാ നേതാക്കന്മാർക്കും അറിയാം. പക്ഷേ അവർ മുന്നോട്ട് കൊണ്ടുപോകുന്ന മാനദണ്ഡം എപ്പോഴും ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ. ഈ പറയുന്ന 7 ദിവസങ്ങൾക്കോ 10 ദിവസങ്ങൾക്കോ ഇടയിൽ വളരെ ഡൈനാമിക്കായി ഈ നേതാക്കൾ ചിന്തിക്കും എന്ന് താങ്കളെപ്പോലുള്ള യുവ നേതാക്കൾ വിശ്വസിക്കുന്നുണ്ടോ ശ്രീ കുഴൽനാടൻ? ഈ തവണ ഒരു വളരെ ഇൻട്രോസ്പെക്റ്റ് ചെയ്തൊരു അഭിപ്രായം പറയുകയാണെങ്കിൽ പാർട്ടിയെ സംബന്ധിച്ച് സ്ഥാനാർത്ഥി നിർണയത്തിൽ സാധാരണ രീതിയിലുള്ള ഒരു കാഷ്വൽ അപ്രോച്ചാണ് എങ്കിൽ, അല്ലെങ്കിൽ ഗ്രൂപ്പുകളാണ് മാനദണ്ഡമാകുന്നത് എങ്കിൽ പാർട്ടിയെ സംബന്ധിച്ച് വലിയ വില അതിന് കൊടുക്കേണ്ടി വരും. അത് വളരെ തെളിച്ചും വളരെ വ്യക്തമായും ഏറ്റവും മുതിർന്ന നേതാവ് ശ്രീ AK ആന്റണി തന്നെ പറഞ്ഞു കഴിഞ്ഞു. സാധാരണഗതിയിൽ ചെയ്യുന്നത് പോലെ ചെയ്താൽ ഈ തവണ അപകടമായിരിക്കുമെന്ന വലിയ സൂചനയാണ് അദ്ദേഹം നൽകിയത്. അതുകൊണ്ട് ഈ തവണ സ്ഥാനാർത്ഥികൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഓരോ കോൺസ്റ്റിറ്റ്യുവൻസിക്കും അനുയോജ്യമായ വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ നോക്കി കൂട്ടായി തീരുമാനമെടുക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ വില അതിന് നൽകേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഇത് തിരിച്ചറിയുന്നവരാണ് ഈ നേതാക്കന്മാർ. അതുകൊണ്ട് തന്നെ ഈ സ്ഥാനാർത്ഥി നിർണയം ഗ്രൂപ്പുകൾക്ക് അതീതമായി ഒരു കോമൺ കൺസെൻസിൽ നടക്കുമെന്ന പ്രതീക്ഷയാണ് ഞങ്ങൾ യുവ നേതാക്കൾക്കുള്ളത്. സ്വാഭാവികമായിട്ടും AK ആന്റണിയുടെ ഒരു നിലപാട്, VM സുധീരൻ്റെ ഒരു നിലപാട്, അതിന് പിന്നാലെ TN പ്രതാപനെ പോലുള്ളവർ കാണിച്ച ഈ ഒരു മാതൃക, ഇതെല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ ഞങ്ങൾ നിരാശപ്പെടേണ്ടതായി യുവാക്കൾക്കില്ല. ഈ തവണ വലിയ ഒരു പുതുമുഖങ്ങൾക്ക് വലിയൊരു അവസരം, വലിയൊരു മാറ്റം ഉണ്ടാകുമെന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് എൻ്റെ ബഹുമാനായ മുതിർന്ന നേതാവ് ശ്രീ പന്തളം സുധാകരനും ഇവിടെ പങ്കുവച്ചത്. അദ്ദേഹമൊക്കെ ഒരു വലിയ മാറ്റം, പുതുമുഖങ്ങളൊക്കെ ഇതിലേക്ക് കടന്നു വരണം എന്നുള്ള അഭിപ്രായം തന്നെ ശ്രീ പന്തളം സുധാകരൻ വലിയ പ്രതീക്ഷയാണ് ഡോക്ടർ മാത്യു കുഴൽനാടൻ പ്രകടിപ്പിക്കുന്നത്. അത്രയും ഡൈനാമിക് ആകാൻ എന്തായാലും കഴിയില്ല. കാരണം നിങ്ങൾ പോലുള്ള പഴയ ആളുകൾക്ക് ഇനിയും സീറ്റ് വേണം.
അല്ല, തീർച്ചയായിട്ടും ഞാൻ കൂടുതൽ ഒരു മുൻകാല തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് കൂടുതൽ ചാൻസ് യൂത്ത് കോൺഗ്രസ് നേതൃനിരയ്ക്ക് അല്ലെങ്കിൽ അതുപോലെയുള്ള പുതിയ പ്രതിഭകൾക്ക് കിട്ടുമെന്ന പ്രതീക്ഷക്കാരൻ തന്നെയാണ് ഞാൻ. അങ്ങനെ ഒരു സാഹചര്യമാണ് ഒരുങ്ങി വരുന്നത്. പിന്നെ ഒരു കാര്യം കൂടി പറയട്ടെ, ഇവിടെ പ്രദേശ് ഇലക്ഷൻ കമ്മിറ്റി ഒരു ലിസ്റ്റ് തയ്യാറാക്കിയാൽ പോലും ആ ലിസ്റ്റിൽ പെടാത്തവർ തീർച്ചയായും യൂത്ത് കോൺഗ്രസ് നേതൃത്വമൊക്കെ ഹൈക്കമാൻഡിനെ നേരിട്ട് സമീപിച്ച സാഹചര്യത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വം തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൽ തങ്ങളുടെ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരും. അപ്പോൾ അതെല്ലാം കൂടി പരിഗണിച്ചുകൊണ്ട് വലിയൊരു മാറ്റം തീർച്ചയായും ഈ ഏത് മാറ്റവും വലുതായാലും ചെറുതായാലും മാറ്റം വരുത്താനുള്ള പരിപൂർണമായ അവകാശം ഹൈക്കമാൻഡിനാണ്. ഹൈക്കമാൻഡാണ് എപ്പോഴും ഇതിൻ്റെ ഒരു ലാസ്റ്റ് വേർഡ്. അതിനു മുമ്പുള്ള എല്ലാ എക്സർസൈസും സാധാരണ നടക്കുന്ന നടപടിക്രമങ്ങളാണ്. ഇതൊക്കെ ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നു. ഏപ്രിൽ ഫസ്റ്റ് വീക്കിൽ തന്നെ നടക്കും. പിന്നെ അതേസമയം മാർക്സിസ്റ്റ് പാർട്ടി വലിയ മിലിറ്ററി പോലെ ഉള്ള ഒരു വലിയ സംഘടനയാണല്ലോ. പക്ഷേ മാർക്സിസ്റ്റ് പാർട്ടി ഇന്നിപ്പോൾ ഈ ഫുട്ബോൾ കളിക്കുന്ന പോലെയാണ് സ്ഥാനാർത്ഥി ലിസ്റ്റ് ഓരോ പഞ്ചായത്തിൽ വിട്ട് പോസ്റ്റർ അടിച്ച് ഇറക്കിക്കൊണ്ട്. അങ്ങനെയുള്ള ഒരു ദുരന്തമൊന്നും കോൺഗ്രസിന്റെ ഭാഗത്തും യു ഡി എഫിന്റെ ഭാഗത്തൊന്നും ഇല്ല. ഞങ്ങൾക്കതിൽ അഭിമാനമുണ്ട്. അത് കൊഴൽനാടൻ തന്നെ സൂചിപ്പിച്ചല്ലോ, ഓരോ സ്ഥാനാർത്ഥിയെ ഓരോ സ്ഥലത്തേക്ക് ഇറക്കുമ്പോൾ കെട്ടിയിറക്കിയ സ്ഥാനാർത്ഥിയെ ഞങ്ങൾക്ക് വേണ്ട, അല്ലെങ്കിൽ താരപ്രഭയുള്ള സ്ഥാനാർത്ഥിയെ ഞങ്ങൾക്ക് വേണ്ട. ഇന്നിപ്പോൾ KPSC ലളിത തന്നെ ഞാനില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് KPSC ലളിത മുന്നോട്ട് പോയി. ഇപ്പം മുകേഷിനെ കെട്ടിയിറക്കാൻ ശ്രമിക്കുന്നു. ഒരിക്കലും ഞാൻ വിശ്വസിക്കുന്നു ഒരു താരം ഒരിക്കലും ഒരു ജനപ്രതിയായി ശോഭിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. അവസാനമായി ശ്രീ ജേക്കബ് ജോർജ്, കോൺഗ്രസിനോട് മത്സരിക്കുകയാണോ CPIM? ഇപ്പോൾ ശ്രീ പന്തളം സുധാകരൻ പറയുന്നത് വളരെ ചുരുക്കി. അല്ല, ഞാൻ ഒറ്റ വാചകമേ പറയുന്നുള്ളൂ. പണ്ട് രമേശ് ചെന്നിത്തലയൊക്കെ ഉണ്ടല്ലോ, ചെറുപ്പത്തിലെ MLA ആക്കി മന്ത്രിയാക്കി ആരെ? K. കരുണാകരൻ. അതേ K. കരുണാകരൻ തന്നെ രമേശ് ചെന്നിത്തലയെ ഒരിക്കലെ പന്തളത്തോട്ട് വിട്ടു. പന്തളം സുധാകരൻ നമ്മുടെ കൂടെ ഉണ്ടല്ലോ. പന്തളം സുധാകരൻ ചെന്ന് രമേശ് അവിടെ ചെന്നപ്പോൾ പന്തളം സുധാകരൻ അവിടെ എല്ലാം കണ്ടുപോയിരിക്കുക. രാത്രി തപ്പി എടുത്തുകൊണ്ട് വന്ന് ആ രാത്രി തന്നെ വണ്ടൂരിലേക്ക് അയച്ചു. എന്നിട്ട് അവിടെ പോയി നാമനിർദ്ദേശ പത്രിക കൊടുത്തു. അതും കരുണാകരനാണ് നേതൃത്വം കൊടുത്തത്. നികേഷെ, അങ്ങനത്തെ കരുണാകരനെ പോലെയുള്ള വലിയ നേതാക്കന്മാർ ഇന്ന് കോൺഗ്രസിന് ഇല്ല എന്നുള്ളതാണ്. ദളിതുകളെയും പട്ടികജാതി വിഭാഗങ്ങളെയും ഒപ്പം തന്നെ ചെറുപ്പക്കാരെയും ഇത്തരത്തിൽ പ്രോത്സാഹിപ്പിച്ച ഒരു നേതാവ് വേറെ ഉണ്ടാവില്ല. ശ്രീ പന്തളം സുധാകരൻ. അതെ, തീർച്ചയായിട്ടും നന്ദിപൂർവ്വം ഞങ്ങളെല്ലാം സ്മരിക്കുകയാണ്. വളരെ നന്ദി ശ്രീ പന്തളം സുധാകരൻ, ശ്രീ കുഴൽനാടൻ, ഒപ്പം തന്നെ ജേക്കബ് ജോർജ്. ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ഒരു സ്മരണയോടുകൂടി നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം.